All right. Good morning, everyone. Good morning. Thank you so much for coming here. Today നമ്മളുടെ ഇന്നത്തെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ് അറിയാലോ. ഇന്ന് നമ്മളുടെ സ്റ്റുഡൻസിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് പഠിക്കുന്ന ഒരു പഠനത്തിന്റെ അവസരമാണ്. സോ ടുഡേ ഈസ് അനദർ ഡേ. നമ്മളുടെ മറ്റൊരു അവസരമാണ് എന്തിന് to learn from other people's stories, healing stories, മറ്റുള്ളവരുടെ ഹീലിംഗ് സ്റ്റോറീസിൽ നിന്ന്. സോ ഹൗ വാസ് ദ മെഡിറ്റേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? Hope you enjoyed. Okay. And today we have a special announcement as well. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റും കൂടി ഉണ്ട്. വളരെ സന്തോഷം ഉണ്ടാകുന്നു. ഓക്കെ. നമ്മുടെയൊക്കെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് പേരുണ്ട്. അവർക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. പക്ഷേ അവർക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടായിട്ട് പോലും ആ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടുന്നില്ല എന്നുള്ള സങ്കടവും വിഷമവും ഒക്കെ പറയുന്നവരുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ട് നമ്മളെന്ന് വെച്ചാൽ ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് വരുന്നുണ്ട്. അതൊരു നിക്ഷേപ സാധ്യതയുള്ള സംഗതിയാണ്. അപ്പം നിങ്ങളുടെ കയ്യിലൊക്കെ ചിലപ്പോൾ ചില ആൾക്കാരുടെയൊക്കെ കയ്യിൽ ഒരുപാട് ഗോൾഡ് സംഗതികളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് അതൊരു നിക്ഷേപമാക്കി മാറ്റി ഗോൾഡ് ആക്കി വെക്കുന്നതിന് പകരം ഗോൾഡ് നിക്ഷേപമാണ്. അതല്ലാതെ അത് തിരിച്ചൊരു നല്ലൊരു വരുമാന മാർഗത്തിലേക്ക് നിങ്ങൾ ഈ നിക്ഷേപം നടത്തുന്നതിന് ഒരു 25% എങ്കിലും മിനിമം ഒരു 6 months to 1 year പീരീഡിനുള്ളിൽ നിങ്ങൾക്ക് നല്ലൊരു റിട്ടേൺ കിട്ടുന്ന രൂപത്തിലേക്കുള്ള 1 yearനുള്ളിൽ ഒരു 25% റിട്ടേൺ കിട്ടുന്ന നല്ല സാധ്യതയുള്ള ഒരു നിക്ഷേപ മേഖലയാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആ മേഖലയുമായി ബന്ധപ്പെട്ട് ആ മേഖലയിൽ റിയൽ എസ്റ്റേറ്റിൽ നമ്മൾ ചില പ്രോജക്റ്റുകൾ ചില ആൾക്കാരുടെ ആവശ്യപ്രകാരം നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ജസ്റ്റ് ലെറ്റ് മീ നോ. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെസ്സേജ് അയക്കാം. ഞാൻ അതൊരു ബിഗിനിങ്ങിൽ ജസ്റ്റ് അറിയിക്കുകയാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ ഇവിടെ ഞാൻ കൊടുക്കുന്നുണ്ട്. സോ ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ. 8086880771 എന്ന് പറയുന്ന നമ്പറിലേക്ക്. മറ്റൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഒരുപാട് പേര് ഇന്നലെ ബർത്ത്ഡേ വിഷ് ചെയ്തു. താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ് ആൻഡ് സപ്പോർട്ട്. ആൻഡ് ഇറ്റ് വാസ് എ മെമ്മറബിൾ ഡേ ഫോർ മീ ആൻഡ് താങ്ക് യു സോ മച്ച്. അപ്പം നമ്മുടെ ബർത്ത്ഡേയുടെ ആ ഒരു ദിവസം തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ ഈ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യാൻ കഴിയുന്നതിൽ വളരെയധികം സന്തോഷം അറിയിക്കുന്നു. സോ ഇഫ് യു നീഡ് എനി സപ്പോർട്ട് ഓർ എനിത്തിങ്, ഒരു ഗൈഡൻസ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആ നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബന്ധപ്പെടാം. സോ നിങ്ങൾക്ക് 5 ലക്ഷം രൂപ മുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആരംഭിക്കുന്നതാണ്. ഇഫ് യു നീഡ് എനി സപ്പോർട്ട് റിഗാർഡിംഗ് ദാറ്റ് ഓർ consultation regarding that or discovery call regarding that, just contact us. Okay. അപ്പോൾ ഇന്നത്തെ സെഷനിലേക്ക് വരാം. സോ ഇന്ന് നമ്മുടെ സെഷനിലേക്ക് നമ്മൾ ക്ഷണിക്കുകയാണ്. നമ്മളുടെ എല്ലാ പ്രാവശ്യവും ഓരോ ഗസ്റ്റുകൾ നമുക്കുണ്ടാകും. ഇന്നും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ഏതെല്ലാം രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാം, ഏതെല്ലാം രീതിയിൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഓരോരുത്തരും ഓരോ ഹീലിംഗ് ജേണിയിലൂടെ കടന്നു പോകാറുണ്ട്. അപ്പം അങ്ങനെ ഹീലിംഗ് ജേണിയിലൂടെ കടന്നു പോയിട്ടുള്ള ഓരോരുത്തരുടെയും ഇതിൽ നിന്നാണ് നമ്മൾ ഇറ്റ്സ് മീ ദ റിയൽ മീ എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ നമ്മൾ പങ്കെടുത്ത് പഠിക്കാൻ ശ്രമിക്കുന്നത്. സോ ഇന്നുള്ള ആൾ റെഡിയാണോ? ഐ ഹോപ്പ് റെഡിയാണെന്ന് വിചാരിക്കുന്നു. സവിത മാം, ആർ യു ദേർ? താങ്ക് യു സവിത. ഇപ്പൊ അടിപൊളിയാണ്, ഉഷാറായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. സോ നമുക്ക് സബിതയെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ സെഷനിലേക്ക് നമുക്ക് ക്ഷണിക്കാം. സബിത നമ്മുടെ റിലേഷൻഷിപ്പ് മാസ്റ്ററി പ്രോഗ്രാമിൽ പങ്കെടുത്ത ഒരാളാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെ അത് അവരുടെ റിലേഷൻഷിപ്പിനെ ബ്യൂട്ടിഫുൾ ആക്കി കൊണ്ടുപോയി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. സോ സബിത, ക്യാൻ യു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്? നിങ്ങൾ എവിടെ നിന്നാണ് ഉള്ളത്? ഇറ്റ്സ് മീ ദ റിയൽ മീ എന്ന് പറയുന്ന സെഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പണ്ട് നിങ്ങളുണ്ടായിരുന്നൊരു നിങ്ങളുണ്ട്. ഓക്കെ. ആ നഷ്ടപ്പെട്ട നിങ്ങളെ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റിയോ? പുതിയ റിയൽ മീയിലേക്ക് എത്താൻ പറ്റിയോ? നിങ്ങളുടെ ഒരു റിയൽ മീ, യഥാർത്ഥ മീയിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റിയോ? നിങ്ങൾ അത്ഭുതത്തോടു കൂടി നോക്കി കാണുന്ന എന്താണ് നിങ്ങളുടെ സ്റ്റോറി അറിയാൻ താല്പര്യമുണ്ട് ഒരുപാട് പേർക്ക്. എന്തൊക്കെ സീക്രട്ടുകളാണ് നിങ്ങൾ അപ്ലൈ ചെയ്തത്, എന്തൊക്കെ മെത്തേഡുകളാണ് അപ്ലൈ ചെയ്തത്? ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ എവിടെയാണ് സ്ഥലം, എങ്ങനെ ഈ കോഴ്സിലേക്ക് ഒന്ന് പരിചയപ്പെടാം. സർ, എൻ്റെ പേര് സബിത. ഞാൻ തൃശ്ശൂരാണ്. വീട്ടിലെ ഹസ്ബൻഡ്, ഞാൻ 2 കുട്ടികൾ. മോൻ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു, മോള് കുഞ്ഞാളാണ്, നഴ്സറിയിൽ പഠിക്കുന്നു. ഓക്കെ. അപ്പോ ലൈഫില് ഒരുപാട്, അതായത് മെയിൻലി റിലേഷൻഷിപ്പിൽ ഞാനും പാർട്ട്ണറായിട്ട് ഒരുപാട് പ്രശ്നങ്ങളിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ
സാറിന്റെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വരുന്നത്. അപ്പൊ ഉം. ഒക്ടോബർ 27-നായിരുന്നു ഈ ഒരു പ്രോഗ്രാം. അപ്പൊ ഈ കോഴ്സ് കഴിഞ്ഞിട്ട് 2 മാസം കഴിയുന്നു. പക്ഷെ ഒരുപാട് ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോ വിശ്വസിക്കാൻ തന്നെ പറ്റില്ല. ആ രീതിയിലുള്ള ചേഞ്ചസ് ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോ ഉം. ആഹ് ആദ്യം തന്നെ സാറിന് ഒരുപാട് താങ്ക് യു. ലൈക്ക് ഇങ്ങനൊരു ആദ്യത്തെ സെഷനായിരുന്നു തോന്നുന്നുണ്ട്, ബാച്ചായിരുന്നു തോന്നുന്നുണ്ട് റിലേഷൻഷിപ്പ് മാസ്റ്റർ ചെയ്തത്. പക്ഷെ ആഹ് എനിക്കറിയില്ല എങ്ങനെ താങ്ക്സ് പറയണംന്ന്. ഒരുപാട് ചേഞ്ചസ് ലൈഫിൽ വന്നിട്ടുണ്ട്. ഓക്കെ. വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. ഇപ്പൊ നമുക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഒരുപാട് ചേഞ്ചസ് ലൈഫിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തായിരുന്നു നിങ്ങളുടെ ഒരു ലൈക്ക് ഒരുപാട് റിലേഷൻഷിപ്പിലായിരുന്നു കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ അതെ. നമുക്ക് ആ റിലേഷൻഷിപ്പിൽ ലൈക്ക് വാട്ട് വാസ് യുവർ ഫീലിംഗ്സ്? ആ പ്രശ്നങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ ഒരു അവസ്ഥ? പ്രതീക്ഷ നഷ്ടപ്പെട്ടിരുന്നോ? വല്ലാണ്ട് സ്ട്രഗിൾ ചെയ്യായിരുന്നോ? എന്തൊക്കെയായിരുന്നു നിങ്ങൾ അനുഭവിച്ചത്? അതായത് ഇതില് വന്നപ്പോഴാണ് മനസ്സിലാവുന്നത്. ആഹ് അതായത് ഈ ഒരു കാര്യത്തില് മാത്രമല്ല വേറെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നൂന്ന് തന്നെ മനസ്സിലാവുന്നത് ഈ ഒരു കോഴ്സിൽ വന്നപ്പോഴാണ്. അപ്പൊ ഉം. ആക്ച്വലി മുന്നുള്ള ഒരു ഇത്ന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏഹ് ഒരു 2023 കറക്റ്റ് പറഞ്ഞ ഒരു 2023 ഒക്ടോബറിലാണ് എന്റെ ഉം. ലൈഫില് വളരെ ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ എനിക്ക് കടന്നു പോവേണ്ടി വന്നത്. ഉം. അപ്പൊ ആഹ് ഇപ്പൊ സത്യം പറഞ്ഞാ അതെനിക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നുണ്ട്. പക്ഷെ അന്ന് അങ്ങനെ ആയിരുന്നില്ല. ഉം. ഇപ്പൊ ഈ ഒരു ചിരിയോട് കൂടി പറയുന്ന കാര്യം എനിക്ക് ആ ഒരു സിറ്റുവേഷൻ ആലോചിക്കുമ്പോ തന്നെ ഭയങ്കരായിട്ട് ഇമോഷണൽ ആവും. ആ ഒരു രീതിയിലായിരുന്നു ഞാൻ അതിനെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഉം. അതായത് ഏഹ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുമ്പോ ഇപ്പോ എല്ലാ വീട്ടിലും അല്ലെങ്കിൽ ഏഹ് വൈഫും ഹസ്ബൻഡും തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ ഞാനും ഹസ്ബൻഡും തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവുമ്പോ ഒരു മാക്സിമം 1 ഓർ 2 ഡേയ്സിന്റെ ഉള്ളിൽ സോൾവ് ആവും. പിന്നെ അങ്ങനെ ഒരു രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എന്താ പറയാ, ഇനി അങ്ങോട്ട് ലൈഫ് ഇല്ല. അല്ലെങ്കിൽ ഞാൻ എന്തിന് ഈ ഒരു വ്യക്തിക്ക് വേണ്ടി എന്റെ ലൈഫ് ഇത്രയും കാലം കളഞ്ഞു. അങ്ങനെയൊക്കെയാ പിന്നെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഉം. ഉം. പിന്നെ എനിക്കെല്ലാം ആ ഒരു ആ ഒരു പോയിന്റിലൂടെയാണ് ഞാന് കാര്യങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരുന്നത്. ഉം. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് തീരെ സത്യം പറഞ്ഞു കഴിഞ്ഞാ ഉറക്കല്ല. ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി. ഉം. ആൻഡ് പിന്നെ അത് ഞങ്ങള് പറഞ്ഞ് സോൾവ് ചെയ്തു. പക്ഷേ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെയും വേറെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോ എനിക്ക് ഈ സാധനം ട്രിഗറായി വരും. അങ്ങനെ എനിക്ക് എന്റെ കൺട്രോള് പോവും. പിന്നെ പ്രശ്നങ്ങള്, കാര്യങ്ങള് ഈവൻ കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ടും അതായത് ഞാൻ അറിയാണ്ട് തന്നെ ഞാൻ പ്രതികരിച്ചു പോവാ. മീൻസ് എനിക്കറിയുന്നില്ല. പക്ഷെ മുന്നത്തെ ഒരു ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര കൺട്രോള്, ഭയങ്കര കാം, ഭയങ്കര ഒരു അങ്ങനെ പൊട്ടിത്തെറിക്കുന്ന വ്യക്തിയൊന്നും ആയിരുന്നില്ല. ഉം. പക്ഷേ ലൈഫില് ഈ ഒരു ഇത് വന്നപ്പോഴാണ് എനിക്ക് കംപ്ലീറ്റ് കൺട്രോള് നഷ്ടപ്പെട്ടു പോയി. ആഹ് പിന്നങ്ങോട്ട് പിന്നെ ഈ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് ജീവിതം കടന്നുപോയത്. അപ്പൊ ഇതിനെക്കുറിച്ച് യൂട്യൂബില് കുറെ കാര്യങ്ങള് അടിച്ചു നോക്കും. അങ്ങനെ അപ്പൊ ഞാൻ ഞാന് കുറെ കാര്യങ്ങള് ഊഹിച്ചെടുക്കും. അതായത് ഈ വ്യക്തി ഒരു എന്താ പറയാ എൻപിഡി ആണ്. അപ്പൊ ഞാൻ പിന്നെ അതിനെക്കുറിച്ച് കുറെ റിസർച്ച് നടത്തും. Yeah. പിന്നെ അതില് കുറെ കാര്യങ്ങള് കണ്ടുപിടിച്ച് ഇയാള് ഇങ്ങനെയാണ്. ഇനി ഇങ്ങനെയൊക്കെയാവും കാര്യങ്ങള്. ഉം. ഇന്ന രീതിയിലാണ് ഉണ്ടാവാൻ പോകുന്നത്. എന്നിട്ട് പിന്നെ എന്റെ ചിന്തകള് സത്യം പറഞ്ഞാ പിന്നെ ആ രീതിയിലാ പോയിക്കൊണ്ടിരുന്നത്. Yeah. ആൻഡ് ആഹ് ഇതിങ്ങനെ പ്രശ്നങ്ങളുണ്ടാവുന്നു. വീണ്ടും കുറച്ച് സൈലന്റ് ആവുന്നു. വീണ്ടും അങ്ങനെ ഒരു സൈക്കിള് പോലെ കടന്നുപോയി. ഒരു ഒരു ലാസ്റ്റ് എനിക്ക് 2024 ഓഗസ്റ്റ് ഒക്കെ ആയി തുടങ്ങിയപ്പോഴേക്കും സത്യം പറഞ്ഞാ ഭയങ്കര രീതിയില് വീട്ടില് കാര്യമായിട്ടുള്ള രീതിയിലൊക്കെ ഒരു ഡിവോഴ്സ് എന്നുള്ള സിറ്റുവേഷനിൽ വരെ എത്തി നിന്നു. എനിക്കും തോന്നിപ്പോയി ഇനി എന്തിന് ഇങ്ങനെ മുന്നോട്ട് പോണം എന്നൊക്കെ തോന്നിപ്പോയൊരു അവസ്ഥയിലെത്തിയിരുന്നു. ഉം. അങ്ങനെ ഞങ്ങളൊരു കൗൺസിലിങ്ങിന് പോയി. അതായത് ഇവിടെ തൃശ്ശൂർ തന്നെ ഒരു
സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് കൗൺസിലിങ്ങിന് പോയി. ഉം. പക്ഷേ അവിടെ ചെന്നിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറന്റ് ആയിരുന്നു. അവര് വേറൊരു രീതിയിലും വേറൊരു കാഴ്ചപ്പാടിലൂടെയാണ്. അപ്പൊ എനിക്ക് എന്തുകൊണ്ടോ അതത്ര എഫക്റ്റീവായിട്ട് തോന്നിയില്ല. ഉം. അപ്പൊ ഞാന് എങ്ങനെയെങ്കിലും എനിക്കിതൊന്ന് ശരിയാക്കി എടുക്കണം എന്നുള്ള രീതിയില് ഈ ഇങ്ങനെ സാറിന്റെ ഒരു വീഡിയോ എനിക്ക് തോന്നുന്നു ഒരു സെപ്റ്റംബർ ആ ടൈമിലാന്ന് തോന്നുന്നു. എനിക്കിപ്പോ കറക്റ്റ് ഓർമ്മയില്ല ഏത് വീഡിയോ ആയിരുന്നു ഞാൻ കണ്ടത് എന്നുള്ളത്. അങ്ങനെ ആ വീഡിയോ കണ്ട് ഏഹ് അതിന് താഴെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്. അതില് ഉം. ഞാന് ജോയിൻ ചെയ്യാണ്. അപ്പൊ അതില് നമുക്ക് ഈ മെഡിറ്റേഷൻ ഒക്കെ കിട്ടുന്ന ലിങ്ക് ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ വരും. അപ്പൊ ഞാന് ഈ 6 AM to 7:30 AM ആണല്ലോ അതിന്റെ ടൈം. അപ്പൊ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു ഉം. 6 AM എന്നൊക്കെ എണീറ്റ് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാതെ കംപ്ലീറ്റ് എന്റെ ഒരു ലൈഫ് സ്റ്റൈലും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അപ്പൊ ഇതൊക്കെ എങ്ങനെ ചെയ്യാം? അപ്പൊ ഒരു ദിവസം ഞാൻ കയറി അറ്റൻഡ് ചെയ്തു. അപ്പൊ എനിക്ക് തോന്നി ഇത് കുഴപ്പമില്ല. ഇത് സംഭവം കൊള്ളാലോ എന്നുള്ള ആ ഒരു ഫസ്റ്റ് അറ്റൻഡ് ചെയ്തപ്പോ. പക്ഷെ എനിക്ക് ആ ഒരു കറക്റ്റ് എന്താ പറയാ ഉം, ഒരു കോൺസെൻട്രേഷനോട് കൂടി ഒന്നല്ല ഞാനത് ചെയ്തിരുന്നത്. പക്ഷെ ഒരു ദിവസം അറ്റൻഡ് ഉം. ചെയ്തപ്പോൾ ഭയങ്കര അങ്ങനെ അപ്പൊ ആ സമയത്ത് സാറിന്റെ ഈ ലൈഫ് മാസ്റ്ററി പറഞ്ഞിട്ടുള്ള കോഴ്സൊക്കെ അതിൽ വന്നിരുന്നു. പക്ഷെ എനിക്ക് എന്തുകൊണ്ടോ അതിനൊന്നും ജോയിൻ ചെയ്യാൻ തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ സാറിന്റെ മോർണിംഗ് സെഷനൊന്നും ആ സമയത്ത് ഞാൻ കേട്ടിരുന്നില്ല. ഉം. പിന്നെയാണ് സാറിന്റെ ഈ റിലേഷൻഷിപ്പ് മാസ്റ്ററി. അപ്പൊ ഞാൻ എപ്പോഴും വിചാരിച്ചു എനിക്ക് എങ്ങനെയെങ്കിലും ഈ റിലേഷൻഷിപ്പിന്റെ പ്രശ്നങ്ങൾ തീർത്ത് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു രീതിയിലായിരുന്നു. ഉം. അപ്പോഴാണ് സാറിന്റെ ഈ റിലേഷൻഷിപ്പ് മാസ്റ്ററി എന്നുള്ള കോഴ്സ് കാണുന്നതും അപ്പൊ അതിനോടനുബന്ധിച്ച് സാർ ഒരു വെബിനാർ ഇട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൂടെയാണ് ഞാൻ ഈ കോഴ്സിലേക്ക് വരുന്നത് തന്നെ. ഓക്കെ. ഓക്കെ. അപ്പൊ അങ്ങനെ സോ ആ ഒരു കോഴ്സിലേക്ക് വന്നതിന് ശേഷം വാട്ട് വാസ് ദ ചേഞ്ച് ഹാപ്പൻ ടു യു? വാട്ട് വാസ് ദ റിയലൈസേഷൻ? എന്താണ് വലിയൊരു തിരിച്ചറിവുണ്ടായത്? എന്താണ് ഒരു ആ കോഴ്സിലേക്ക് വന്നിട്ടുണ്ടായിട്ടുള്ള ലൈക്ക് വാട്ട് വാസ് ചേഞ്ച്ഡ്? കോഴ്സിൽ വന്നപ്പോഴാണ് അത്രയും കാലം ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഞാനാണ് റൈറ്റ്, നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാണ് പ്രശ്നം. ആ ഒരു രീതി നമ്മൾ എന്ത് ചെയ്താലും അത് കറക്റ്റ് ആണ്. അപ്പോ അതങ്ങനെയാണ് വരുള്ളൂ. അതെ. അപ്പൊ അവിടെ ചെന്ന് അവര് സെഷൻ അറ്റൻഡ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്റെയും കൂടെ പ്രശ്നം കൊണ്ടാണ് കുറേ പ്രോബ്ലംസ് ഇത്രയും രീതിയിൽ എത്തി നിന്ന് ആ ഒരു തിരിച്ചറിവുണ്ടല്ലോ സാർ, അത് ഭയങ്കര ഒരു വലിയൊരു കാര്യമാണ്. ഇപ്പൊ ഞാൻ സാറിന്റെ അടുത്ത് മുന്നേ പറഞ്ഞു ഞാനൊരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയി ഒരു കൗൺസിലിംഗ് സെഷൻ. പക്ഷെ ആള് ഇത് വളരെ ലൈറ്റ് ആയിട്ട് പറയുമ്പോ എനിക്ക് മനസ്സിലാവുന്നില്ല എന്റെ പ്രശ്നം എന്താണ് എന്നുള്ളത്. നമുക്കൊരാള് ചൂണ്ടിക്കാണിച്ച് തരുമ്പോഴാണ് നമുക്ക് അവിടെ റെക്ടിഫൈ ചെയ്യാനുള്ളൊരു ഇത് വരുന്നുള്ളൂ. എന്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് മനസ്സിലായത് ആ ഒരു സെഷനിൽ വന്ന് അറ്റൻഡ് ചെയ്തപ്പോഴാണ്. ആ ഒരു ഓക്കെ. തിരിച്ചറിവ് സത്യം അതെ. പറഞ്ഞാൽ അതിലെ ഉണ്ടായത്. ഏത് പിന്നെ പോയിന്റ് ആണ് അവിടുന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ. അതിലെ ഏത് പോയിന്റ് ആണ് നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാക്കിയത്? അതിൽ ഏത് ഫിലോസഫിയാണ്, അല്ലെങ്കിൽ ഏതിലെ കാഴ്ചപ്പാടാണ്? അതിൽ ഞാൻ പറഞ്ഞ കുറേ പോയിന്റ്സുകൾ ഉണ്ടല്ലോ. സോ അതിൽ ഏത് പോയിന്റ് ആണ് നിങ്ങൾക്ക് ശരിക്കും ട്രിഗർ ചെയ്തത്? അതെ, അതായത് ലൈഫിൽ നമ്മൾ അനുഭവിച്ച കുറെ ട്രോമാസ് ഉണ്ട്. ആ ട്രോമാസ് കാരണമാണ് നമ്മൾ ലൈഫിൽ ഇത്രയും പ്രശ്നങ്ങൾ നമ്മളുടെ ഉള്ളിൽ നിന്ന്, അതായത് നമ്മൾ എന്താണോ അതല്ലാതായി മാറി നമ്മൾ വേറൊരു വ്യക്തിയായി തീരുന്നത്. ഇപ്പൊ ഞാൻ സാറിനോട് പറഞ്ഞില്ലേ, ഞാൻ ട്രിഗറായി എനിക്ക് തന്നെ അറിയുന്നില്ല ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തു പോകുന്നത്. അപ്പോൾ നമ്മൾ ലൈഫിൽ കടന്നു പോയ കുറെ ട്രോമാസ് ആണ് അതിന് കാരണം എന്നുള്ള ഒരു പോയിന്റ് ആണ് എനിക്ക് ഒരുപാട് ഏഹ്, എന്താ പറയാ, സത്യം പറഞ്ഞ ഒരു ലൈറ്റ് എന്നൊക്കെ പറയില്ലേ പോലെ വന്നത്. ഓക്കെ. പിന്നെ പിന്നെ വേറൊരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലം ഞാൻ കാര്യങ്ങൾ ലോജിക്കലായിട്ടാ ചിന്തിച്ചുകൊണ്ടിരുന്നത്. സാർ അവിടെ വന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഫസ്റ്റ് നമ്മൾ ചിന്തിക്കേണ്ടത് ബിലീവ് ഇൻ മാജിക് നോട്ട് ഇൻ ലോജിക്. ആ ഒരു പോയിന്റ് ഇപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത്ര കാലം നമ്മൾ ലോജിക്കലായി ചിന്തിച്ചത് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് അതേപോലെ കാര്യങ്ങൾ നടക്കും എന്നുള്ള ഒരു
ഇത് കറക്റ്റായിട്ട് മനസ്സിലായി. ഓക്കെ, വെരി ഗുഡ്. സോ അടുത്തൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ് സുബിത. അതായത് സി നിങ്ങൾ വന്നു, ആ പ്രോഗ്രാമിൽ പങ്കെടുത്തു, വലിയ റിയലൈസേഷൻ ഉണ്ടായി. ട്രോമാസ് ആണ് ചൈൽഡ്ഹുഡിൽ നമ്മൾ അനുഭവിച്ചതടക്കമുള്ള ട്രോമാസ് ആണ് നമ്മളെ ഇങ്ങനെയാക്കി മാറ്റിയത് എന്ന് തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവിൽ നിന്ന് അതിന് ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ EFT ടെക്നിക്കുകൾ നിങ്ങൾ പഠിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കുറേ ടൂൾസുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ടൂൾസിൽ ഏത് ടൂളാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ ടൂളുകളും പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? പിന്നെ ബിലീവ് ഇൻ മാജിക് എന്ന് പറഞ്ഞു, അതെങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്? മാജിക്കിൽ ബിലീവ് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്? ഇപ്പോഴും നിങ്ങൾക്ക് കുടുംബജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ്. പ്രശ്നങ്ങളില്ലാതെ ഒരിക്കലും കുടുംബജീവിതം മുന്നോട്ട് പോകില്ല. കാരണം രണ്ട് വ്യത്യസ്തമായ കൾച്ചറിൽ നിന്നും ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ ട്രോമകൾ അനുഭവിച്ചുകൊണ്ടൊക്കെ വന്നിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ഒരുമിച്ച് ജീവിക്കുന്നത്. സോ അഭിപ്രായ വ്യത്യാസങ്ങളും സംഗതികളും അസ്വാരസ്യങ്ങളും ചെറിയ പിണക്കങ്ങളും ഒക്കെ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ പഴയതുപോലെ ട്രിഗർ ചെയ്യുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസമുള്ള സിറ്റുവേഷൻസോ വരുമ്പം ഹൗ യു ആർ മാനേജിങ്? എന്ത് ടൂളാണ് ഉപയോഗിക്കുന്നത്? എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? ഇപ്പൊ ഇതിൽ വന്നതിന് ശേഷം ഫസ്റ്റ് എനിക്ക് മനസ്സിലായത് ഫോർഗീവ്നെസ് എന്നുള്ള ഒരു കാര്യം സത്യം പറഞ്ഞാൽ അതൊരു മാജിക് തന്നെയാണ്. ലൈക്ക് ഇപ്പൊ സാറിനോട് ഇപ്പൊ ഞാൻ ഇതിന് മുന്നേ ഞാൻ വേറൊരു ഇപ്പൊ യൂട്യൂബ് ഞാൻ പറഞ്ഞില്ല ഒരു കാലമായിട്ട് ഒരു വർഷത്തോളായിട്ട് യൂട്യൂബിൽ ഞാൻ ഇതിനെ കുറിച്ച് ഇതെങ്ങനെ ശരിയാക്കി എടുക്കാം അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ ഇതിന് മുന്നേ ഒരു പെയ്ഡ് ആയിട്ട് തന്നെ ഒരു കോഴ്സ് വളരെ ചെറിയൊരു എമൗണ്ടിനാ ഒരു കോഴ്സ് ഒരു ഐ തിങ്ക് ലോ ഓഫ് അട്രാക്ഷൻ ബേസ് ചെയ്തിട്ടാന്ന് തോന്നുന്നു ഒരു ആള് ചെയ്യുന്ന ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തു. അപ്പൊ അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അവര് കുറച്ച് അഫർമേഷൻസ് അയച്ചു തരും, കുറച്ച് മെഡിറ്റേഷൻ അയച്ചു തരും. അപ്പൊ നമ്മളത് ഒരു 21 ഡേയ്സോളം പ്രാക്ടീസ് ചെയ്യുക, അതായിരുന്നു ഒരു മെത്തേഡ്. അപ്പോ ഞാന് അത് ചെയ്തു. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോ ഇവര് ഈ ഫോർഗീവ്നെസ്സിന് വേണ്ടിയിട്ട് ഒരു മെഡിറ്റേഷൻ അയച്ചു തന്നു. അപ്പൊ അതില് ഫോർഗീവ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പൊ എനിക്കിത് എങ്ങനെ പോയിട്ടും എന്നോട് ഇത്രയും ചീറ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്ത വ്യക്തിക്ക് ഞാൻ എങ്ങനെ ഫോർഗീവ് ചെയ്ത് കൊടുക്കും? അതായത് എനിക്കത് എങ്ങനെ ആലോചിച്ചിട്ടും, അതായത് അപ്പോഴൊക്കെ ഞാൻ ലോജിക്കലിയാണ് കാര്യങ്ങൾ ചിന്തിക്കുന്നത്. അതെ, ഈ മനുഷ്യന് എനിക്ക് ഒരിക്കലും പുറത്തു കൊടുക്കാൻ പറ്റില്ല, കാരണം അത്രയും വലിയ തെറ്റാണ് ചെയ്തത് എന്നുള്ള രീതിയിലാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ yeah, ഞാൻ എന്തിനു ഫോർഗീവ് ചെയ്യണം എന്ന് എനിക്കറിയുന്നില്ല. അപ്പൊ ഞാൻ എന്നിട്ട് ആൾക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു കൊടുത്തു. ഞാന് ഇത് എങ്ങനെ എന്തുകൊണ്ട് മീൻസ് ഫോർഗീവ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്, പക്ഷെ അത് എങ്ങനെ എന്താണ്, പക്ഷെ എനിക്ക് റിപ്ലൈ ഒന്നും കിട്ടിയില്ല. പക്ഷെ ഞാൻ ആ കോഴ്സ് അവിടെ വെച്ച് നിർത്തി. എന്നിട്ട് പിന്നെ അതിന് ശേഷമാണ് സാറിന്റെ ഇതില് വരുന്നത്. അപ്പൊ ഇവിടെ വന്നതിന് ശേഷമാണ് കറക്റ്റ് ആയിട്ട് നമ്മൾ എന്തിനു ഫോർഗീവ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതിന്റെ ആ ഒരു ഇത് മനസ്സിലാവുന്നത്. ആ ഒരു ഫോർഗീവ്നെസ് കൊടുക്കുമ്പോ നമുക്കുണ്ടാവുന്ന മാറ്റം, നമ്മുടെ മനസ്സിന് വരുന്ന സന്തോഷം, സമാധാനം, അതൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ലൈക്ക് അത് എന്തിനു വേണ്ടി ചെയ്തു കൊടുക്കണം എന്നുള്ളതിന്റെ ആ ഒരു കറക്റ്റ് പോയിന്റ് കിട്ടുന്നത് സാറിന്റെ ക്ലാസ്സിൽ വന്നതിന് ശേഷമാണ്. ലൈക്ക് നമുക്ക് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഫോർഗീവ് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ള ആ ഒരു കാര്യം മനസ്സിലായത് അവിടെ വന്നിട്ടാണ്. അപ്പൊ അതിനുശേഷം ഫോർഗീവ്നെസ് ലൈക്ക് 4 ഞാൻ ഡെയിലി ചെയ്യാറുള്ളത് സെൽഫ് ലവ് ടാപ്പിംഗ് ചെയ്യാറുണ്ട്, സെൽഫ് ഫോർഗീവ്നെസ് ചെയ്യാറുണ്ട്, മിറർ പ്രാക്ടീസ് ചെയ്യാറുണ്ട്, പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ്. ഈ 4 ടാപ്പിംഗ് ഒന്നില്ലെങ്കിൽ മെഡിറ്റേഷന് മുന്നേ ചെയ്യും, അല്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം ഇത് ചെയ്ത് കഴിയുമ്പോഴേക്കും എനിക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം, സമാധാനം, കോൺഫിഡൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോ സാറിന്റെ മുന്നിൽ ഇത്രയും കോൺഫിഡൻസോട് കൂടി വന്ന് ഇരുന്ന് ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞ എന്താ പറയാ, ഇന്ത്യൻ പ്രസിഡന്റിനോട് കൂടെ ഈ ഒരു ലെവലിൽ ഇരുന്ന് സംസാരിക്കാൻ അത്രയും കോൺഫിഡൻസോട് കൂടി എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു ലെവലിൽ ഇത്രയും ഒരു 2 മാസം കൊണ്ട് എനിക്ക് എത്തിപ്പെടാൻ സാധിച്ചത് ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ്. ഓക്കെ. സോ സബിത, താങ്ക് യു സോ മച്ച്. സബിത വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ഓരോ കോഴ്സിലേക്ക് വരുമ്പോഴും ഓരോ സ്റ്റുഡൻസിനെ നമ്മളെന്ന് വെച്ചാൽ നോക്കിക്കാണാറുണ്ട്. അപ്പം
നമുക്കിങ്ങനെ നോക്കുമ്പോൾ വളരെ ഡൗൺ ടു എർത്ത് ആയിട്ട് ലേൺ ചെയ്യാനും ട്രാൻസ്ഫോം ചെയ്യാനും ഒക്കെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് വരുന്ന ഒരാളാണ്. വൺ ഓഫ് ദ മെനി സ്റ്റുഡൻസ്, യു ആർ വെരി സ്പെഷ്യൽ വൺ. അപ്പം സബിത, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പം ഇതിലിപ്പോൾ ഈ ഒരു ഫൊർഗിവ്നെസ്സിൻ്റെ ഈ ടൂൾസ് അപ്ലൈ ചെയ്ത് ഇത് അപ്ലൈ ചെയ്യുമ്പം അതിൻ്റെ ഒരു ഭയങ്കര സമാധാനം കിട്ടുന്നുണ്ട്, വല്ലാത്ത സന്തോഷം കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്താണ്? How your relationship is going? Is it like, back together? Are you guys back together and living together? What is the, like, what is the start? അതായത് ഇപ്പൊ ഞാനിപ്പോ നമ്മളിപ്പോ ഒരു പ്രോബ്ലത്തിന്റെ ഇന്റൻസിറ്റി 0 to 10 വരെയാണുള്ളത് മെഷർ ചെയ്യാറ്. അപ്പോ ഉം. ആ ഒരു പ്രോബ്ലത്തിന്റെ ഇന്റൻസിറ്റി സത്യം പറഞ്ഞാൽ 10ൽ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു 2 or 3 ലെസ് ദാൻ 5 ആയിട്ടുണ്ട്. ഓക്കെ. പിന്നെ അപ്പൊ എന്റെ എന്റെ സൈഡിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് ഫോർഗീവ് ചെയ്യാണ്. ആളോട് ഒരു തരത്തിലൊരു ദേഷ്യമോ വെറുപ്പോ കംപ്ലീറ്റ്ലി ഇപ്പൊ എനിക്ക് ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം വിത്തൗട്ട് ഒരു ഇമോഷനും കൂടെയാണ് സിൻസിയർ ആയിട്ട് ഞാൻ പറയുന്നത് സാർ. എനിക്ക് അങ്ങനെ ഒരു ഇതും തോന്നുന്നില്ല. അത് എനിക്ക് തന്നെ അറിയില്ല അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. ആൻഡ് അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുന്നത്, എനിക്ക് സത്യം പറഞ്ഞാൽ ഫുഡ് വിളമ്പി കൊടുക്കാൻ കൂടെ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ബുദ്ധിമുട്ടായിരുന്നു. Yeah. ആ ഒരു സ്റ്റേറ്റിലാണ് ഞാൻ നിന്നിരുന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് ഈസി ആയിട്ട് ആൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കുക്ക് ചെയ്യുന്നു, ആൾക്ക് കൊടുക്കുന്നു കാര്യങ്ങൾ, ആളുടെ എല്ലാ കാര്യങ്ങളും എനിക്കിപ്പോ അത്രയും ഈസി ആയിട്ട്. അതിന് വരെ ഞാൻ ബുദ്ധിമുട്ടിയ ഒരു അവസ്ഥ ഉണ്ട്. കാരണം എനിക്ക് ആ വ്യക്തിയോട് ദേഷ്യമായിരുന്നു. അപ്പൊ എനിക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല. സിൻസിയർ ആയിട്ട് എനിക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പൊ എന്റെ സൈഡിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് അത് വിത്തൗട്ട് ഒരു പെർസെന്റേജ് പോലും എനിക്കിപ്പോ ദേഷ്യമില്ല എന്ന് വരെ പറയാം. അത്രയും വെറുപ്പോ അങ്ങനെയുള്ള യാതൊരു ഇമോഷൻസും ഇല്ല. ഇപ്പൊ ആള് ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ആളാണ്. അപ്പൊ എന്തെങ്കിലും കാര്യത്തിന് ആള് ദേഷ്യപ്പെടുകയാണെങ്കിലും ഇപ്പൊ ഞാൻ ഓക്കെയാണ്. ലൈക്ക് ഒരു ചെറിയൊരു ഇത് വരികയാണെങ്കിലും ഞാനത് ടാപ്പ് ചെയ്ത് മാറ്റും. അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു വിത്തൗട്ട് ടാപ്പിംഗ് തന്നെ ഒരു കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഓക്കെയാണ്. അതെങ്ങനെ സംഭവിക്കണമെന്ന് എനിക്കറിയില്ല. അത് നോർമലാണ്. പിന്നെ ഈ ടാപ്പിംഗ് ചെയ്തതിന് ശേഷം ഫോർഗീവ്നെസ് കൊടുത്തതിന് ശേഷം അതായത് എന്താ പാർട്ട്ണർക്ക് കുറേ വ്യത്യാസങ്ങളാണ്. ഇതിപ്പോ ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയിട്ടോ അല്ല ആളിൽ മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. Okay. അത് ആൾക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണ്. അപ്പോ കോവിഡിന് ശേഷം ഭയങ്കര ഡള്ളായിരുന്നു കാര്യങ്ങൾ. Yeah. അപ്പൊ ഇപ്പോ കോവിഡിന് മുന്നേ ഓഫീസ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ അതിന് ശേഷം ഫ്രീലാൻസ് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ ഇപ്പൊ വീണ്ടും ഡിസംബറിലാണ് പുതിയ ഓഫീസ് എടുത്തു. അപ്പൊ ജനുവരിയില് എൻ്റെ അടുത്ത് പറഞ്ഞു പുതിയ പാർട്ട്ണർഷിപ്പില് പുതിയ ഒരു പ്രൊജക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഈ വർഷം ഒരു ലൈക്ക് ഹൗസിന്റെ സെയിലും കാര്യങ്ങളൊക്കെയാണ് ചെയ്യണത്. അപ്പോ Okay. വേറൊരാളായിട്ട് പാർട്ണർഷിപ്പില് പുതിയ പ്രൊജക്ട് ചെയ്യാൻ പോവാണ്. അപ്പോ ഇത് എനിക്ക് തോന്നുന്നു ഒരു ഒരു 1 year ആയിട്ട് ആള് ഭയങ്കര കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവനൊരു ഡീല് ക്ലോസ് ചെയ്യാൻ വരെ ആള് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് എനിക്ക് തോന്നുന്നത് ഞാൻ അങ്ങനെ ഫോർഗീവ് ചെയ്ത് കൊടുത്തതുകൊണ്ടായിരിക്കാം ആളിലും കുറെ മാറ്റങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ആള് നിങ്ങളുമായിട്ട് കുറച്ചുകൂടെ ഇന്ററാക്ട് ചെയ്യുന്ന കുറച്ചുകൂടെ ഓപ്പൺ അപ്പ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അല്ലെ? ഇത്തരത്തിലുള്ള അതെ കാര്യങ്ങൾ, അല്ലെ? അതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പൊതുവെ ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ആൾക്കാർ ഒരിക്കലും ഷെയർ ചെയ്യാറില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ഷെയർ ചെയ്യാറില്ല. ഇല്ല ഇല്ല അപ്പം ഇത് ഷെയർ ചെയ്യുന്ന, അല്ലെ, അതായത് നിങ്ങളിൽ ഒരു സാന്ത്വനം കാണുന്നു, നിങ്ങളിൽ ഒരു കമ്പാഷൻ കാണുന്നു, നിങ്ങളിൽ അവര് ഒരു സേഫ് സ്പേസ് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ അതെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു മെസ്സേജ് പറയാണ്. റിലേഷൻഷിപ്പിൽ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം, രണ്ട് വ്യക്തികൾ തമ്മിൽ റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ട് ആ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പരമാവധി ഒരു പാർട്ണർ ചിലപ്പോൾ എന്ത് ചെയ്യും, മറ്റുള്ള പാർട്ണറുടെ ട്രോമ കാരണം. ഇവിടെ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്താ വെച്ചാൽ, രസകരം എന്ന് പറയാൻ പറ്റില്ല, വളരെ വിഷമകരമായ ഒരു കാര്യം, നമ്മളുടെ ലൈഫിൽ നമ്മളുടെ ലൈഫിലേക്ക് വരുന്ന പാർട്ട്നേഴ്സ് ശരിക്കും ഒരുപാട് ട്രോമയിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരായിരിക്കും നമ്മുടെ ലൈഫിലേക്ക് വരുന്നുണ്ടാവുക. നമ്മളും ഒരുപാട് കടന്നു പോയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ നമ്മൾ കടന്നു പോയിട്ടുള്ള ആ ട്രോമയിലൂടെ കടന്നു പോയതിനു ശേഷം നമ്മൾ ലൈഫിലേക്ക് നിൽക്കുമ്പോൾ രണ്ടുപേരുടെയും തെറ്റുകൊണ്ടല്ല ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവും, അവരനുഭവിച്ച ട്രോമ കൊണ്ടാണ്.
അവരനുഭവിച്ച ട്രോമ എന്ന് പറയുന്നത് അവർക്ക് ചെറുപ്പകാലത്ത് അവർക്ക് എന്താണോ ലഭിച്ചത്, സ്നേഹം ലഭിക്കാത്തതിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട്, സേഫ് സ്പേസ് ലഭിക്കാത്തത് കൊണ്ട്, ആൾക്കാർ മനസ്സിലാക്കിയില്ല, അല്ലെങ്കിൽ എന്നെ സ്നേഹിച്ചില്ല, അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തപ്പെട്ടു, പരിഹസിക്കപ്പെട്ടു, ഇങ്ങനെയുള്ള ഒരേ കാര്യങ്ങളിൽ നിന്നാണ് ഈ ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് വിഷമിക്കുന്ന, അല്ലെങ്കിൽ ഡൗൺ ആയി പോകുന്ന, എല്ലാത്തിനും ഒരാൾ ആവശ്യമുള്ള, അല്ലെങ്കിൽ ഭയങ്കര ഇൻസെക്യൂർഡ് ആവുന്ന, പൊസസീവ് ആവുന്ന ഇങ്ങനെയുള്ള പാർട്ട്നേഴ്സിനെയൊക്കെ ശരിക്കും ചോദിച്ചാൽ നമുക്ക് ലഭിക്കുന്നത്, അല്ലെങ്കിൽ ടോക്സിസിറ്റി എന്നൊക്കെ പറയുന്ന രീതിയിലേക്കുള്ള പാർട്ട്നേഴ്സിനെ നമ്മുടെ ലൈഫിലേക്ക് ലഭിക്കുന്നത് അവരനുഭവിച്ച ട്രോമ കൊണ്ടാണ്. സോ അങ്ങനെയുള്ള ഒരു വിഷമാവസ്ഥയിൽ നിന്ന് രണ്ടുപേര് വന്നിട്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നതിനിടയിൽ ഏറ്റവും ഒരു നമ്മളുടെ ലൈഫിൽ നമ്മൾ ഫൊർഗീവ് ചെയ്യുമ്പോൾ, നമ്മൾ ഈ ഒരു വഴക്കുണ്ടാകുന്ന സമയത്ത് രണ്ടുപേരും സേഫ് അല്ല, ഐ മീൻ സേഫ് സോൺ അല്ല. രണ്ടുപേരും എന്താണ്, ഡേഞ്ചർ സോണാണ്. സേഫ് സോൺ എന്ന് പറയുന്നത് നമ്മളൊരു പ്രശ്നവും വിഷമത്തിലൂടെ കടന്നു പോകും, പ്രത്യേകിച്ച് പാർട്ണറുമായിട്ടൊരു വഴക്കും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും, ആ പാർട്ട്നേഴ്സിന് രണ്ടുപേർക്കും, ദമ്പതികൾക്ക് രണ്ടുപേർക്കും വേണ്ടത് എന്താണ്, ഇവരനുഭവിക്കുന്ന ഈ പാർട്ണറുടെ കമ്മ്യൂണിക്കേഷനിൽ നിന്ന് ഇവരുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ, പാർട്ണറുടെ പെരുമാറ്റത്തിൽ നിന്ന് ഇവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഈ രണ്ടുപേർക്കും വേണ്ടത് ശരിക്കും സേഫ് സ്പേസ് ആണ്. സേഫ് സ്പേസ് എന്ന് പറയുന്നത് ഇവരുടെ വിഷമങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുന്ന, വിഷമങ്ങൾ സങ്കടങ്ങൾ പറയാൻ തോന്നുന്ന ഒരു ഇടമാണ് അവർക്ക് വേണ്ടത്. ഒരു സേഫ് സ്പേസ്, നല്ല ദയയോടുകൂടി, കരുണയോടുകൂടി, സാന്ത്വനത്തോടു കൂടിയിട്ട് ഇറ്റ്സ് ഓക്കെ എന്ന് കേൾക്കാനും, വിഷമിക്കേണ്ട എന്ന് കേൾക്കാനും ഒക്കെ ഉള്ളൊരു സ്പേസ് ആണ് വേണ്ടത്. പക്ഷെ രണ്ടുപേരും ട്രോമയുള്ളത് കൊണ്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ച് വന്നിട്ട് ഇവരുടെ ട്രോമ ട്രിഗർ ചെയ്ത് തുടങ്ങുന്ന അവസ്ഥയിൽ ശരിക്ക് ഈ രണ്ടുപേരുമാണ് ഇവരുടെ കല്യാണം കഴിക്കുന്നത് ഈ സേഫ് സ്പേസിന് വേണ്ടിയിട്ടാണ്. വിവാഹം കഴിക്കുന്നത് ഈ സേഫ് സ്പേസിന് വേണ്ടിയിട്ടാണ്. എന്നാൽ രണ്ടുപേരും ട്രോമ അനുഭവിച്ചത് കൊണ്ട് ഈ സേഫ് സ്പേസിന് പകരം ഇവർ രണ്ടുപേരും ഇവരുടെ ട്രോമ ട്രിഗേഴ്സായി മാറുകയാണ്. അതായത് ഏറ്റവും ക്വയറ്റ് ഓപ്പോസിറ്റ് സാധനമായി മാറുന്നു. അങ്ങനെ പക്ഷെ ഒരാൾ ഹീൽ ചെയ്യുമ്പോൾ, എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒരാൾക്ക് എന്ത് ചെയ്യുന്നു, മറ്റേ ആൾ സേഫ് സ്പേസ് ആയി മാറും. ഇവിടെ സബിതയുടെ കേസിൽ സംഭവിച്ചതാണ്. സബിത ബിക്കെയിം സേഫ് സ്പേസ് ഫോർ ഹിസ് ഹസ്ബൻഡ്. ആ സേഫ് സ്പേസ് ആയപ്പോൾ ഹസ്ബൻഡിൽ മിറക്കിൾസ് കാണാൻ തുടങ്ങി. ഒന്നും പറയാതെ, സബിത പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കെന്ന് വെച്ചാൽ, ഒരു ഉപദേശം കൊടുക്കാൻ പോയില്ല, ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞില്ല, ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. സബിത നേരെ സേഫ് സ്പേസ് ആയി മാറി. സബിത ഒരു മിറക്കിൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന എനർജി സോഴ്സ് ആയിട്ട് മാറി. അവിടെ സബിതയ്ക്ക് ഹസ്ബൻഡിനോട് കരുണയോടെ, കമ്പാഷനോടെ, ആ ട്രോമ അനുഭവിച്ചിട്ടുള്ള ട്രോമ കുട്ടിയാണത്. ആ ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ളത് ട്രോമ കുട്ടിയാണ്. നമുക്കറിയാം, ട്രോമ അനുഭവിച്ചിട്ടുള്ള, ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചിട്ടുള്ള, ഇപ്പോഴും 4 വയസ്സ് മാത്രം പ്രായമുള്ള, സങ്കടവും വിഷമമുള്ള കുട്ടിയാണ് ചൂടാവുന്ന പെരുമാറ്റം. അത് സബിതയും അങ്ങനെയായിരുന്നു. പക്ഷെ നമ്മുടെ കോഴ്സിലേക്ക് വന്നു, നമ്മുടെ കോഴ്സിൽ നിന്ന് സബിതയ്ക്ക് സേഫ് സ്പേസ് കിട്ടി. നമ്മുടെ കോഴ്സ് എന്ന് പറയുന്ന ഒരു സേഫ് സ്പേസ് ആണ് ഫോർ ദ പീപ്പിൾ ഹു ആർ ഗോയിങ് ത്രൂ ലോട്ട് ഓഫ് സ്ട്രഗിൾസ്. ആ സേഫ് സ്പേസിലേക്ക് നിങ്ങൾ വന്നു. നിങ്ങൾ വളരെ കമ്പാഷനേറ്റോട് കൂടി, ലവോട് കൂടി, കെയറിങ്ങോട് കൂടി നമ്മൾ ഏറ്റെടുത്തു. നിങ്ങളെ ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് എല്ലാം മനസ്സിലാക്കി തന്നു. ഇങ്ങനെയാണ്, സാരമില്ല, ഒന്നും വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ സോഫ്റ്റായിട്ട് നമ്മൾ കൂടെ കൂട്ടി നിങ്ങൾ ആ സ്റ്റേജിലേക്ക് എത്തി, സ്ട്രോങ് ആക്കി. Now you are strong enough, capable enough to deal with the problems. And അപ്പോൾ എന്താ സംഭവിച്ചു, ആ സേഫ് സ്പേസ് ഭർത്താവിന് കിട്ടുന്നു, ഭർത്താവിന് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നു. What happens? He is also starting to change, and that is going to happen over the time, and he may need time. കുറച്ചുകൂടെ കഴിയുമ്പോൾ പതുക്കെ അദ്ദേഹം ഈ പ്രോഗ്രാമിലേക്ക് വരാൻ സാധിക്കട്ടെ. നിങ്ങൾ രണ്ടുപേരും ഉഷാറായിട്ട് ചെയ്യട്ടെ. അത് വിഷ്വലൈസ് ചെയ്യുക കേട്ടോ. ഞാൻ എപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആളായിട്ട് എപ്പോഴെങ്കിലും സാധിക്കുന്നു, എപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എത്തും. നിങ്ങൾ എന്ത് ചെയ്യുക, ആ വിഷ്വലൈസേഷൻ കൊടുക്കുക, ആ ഒരു ലോ ഓഫ് അട്രാക്ഷൻ കൊടുക്കുക, ആ ഒരു കറക്റ്റായിട്ട് ഹസ്ബൻഡ് നമ്മുടെ പ്രോഗ്രാമിൽ ഇരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ട്, വളരെ അൺകണ്ടീഷണൽ ആയിട്ട്, ഒരു ജഡ്ജ്മെന്റും ഇല്ലാതെ. നമ്മുടെയൊക്കെ പ്രോബ്ലം എന്ന് വെച്ചാൽ വി ജഡ്ജ് ഈസിലി. ഫോർഗിവ്നെസ് പ്രാക്ടീസ് ചെയ്യാത്ത ആൾക്കാരുടെ ഒരു ഏറ്റവും വലിയ കുറേ ക്വാളിറ്റീസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റി, നമ്മൾ ആൾക്കാർ പെട്ടെന്ന് ജഡ്ജ് ചെയ്യും. 10, 15, 20ഓളം ക്വാളിറ്റീസ് ഉണ്ട്. 20ഒന്നുമല്ല, എനിക്ക് 40ലധികം ക്വാളിറ്റീസ് ഉണ്ട്, നെഗറ്റീവ് ക്വാളിറ്റീസ്, ഫോർഗിവ്നെസ് കൊടുക്കാത്ത. അപ്പോൾ നമ്മൾ ലോജിക്കൽ മൈൻഡിൽ നിന്ന് മാജിക്കൽ മൈൻഡിലേക്ക് വന്ന് നമ്മൾ കമ്പാഷനേറ്റ് ആയിട്ട് ആൾക്കാർക്ക് ഫോർഗീവ് ചെയ്ത് കൊടുത്ത്
നമ്മളെ ക്ലിയർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ നടക്കും. ആ ട്രാൻസ്ഫോർമേഷനാണ് നൗ യു ആർ എക്സ്പീരിയൻസിങ്. സോ 4 ടെക്നിക്സ് ആണ് അപ്ലൈ ചെയ്യുന്നത് പറയുന്നത്. സെൽഫ് ലവ് എങ്ങനെയാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്? ആൾക്കാർക്ക് അറിയാൻ താല്പര്യമുണ്ടോ? എന്താണ് സെൽഫ് ലവ്? സെൽഫ് എന്താണ് സെൽഫ് ലവ് ഒന്ന് അണ്ടർസ്റ്റാൻഡ്, നിങ്ങൾ സബിത മനസ്സിലാക്കിയ സെൽഫ് ലവ് എന്താണ്, എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? സെൽഫ് ലവ് ആ ഒരു ടേം തന്നെ ഞാൻ മനസ്സിലാക്കുന്നതും കേൾക്കുന്നതും ഒക്കെ ക്ലാസ്സിൽ വന്നതിന് ശേഷമാണ്. ഉം. ഇത്രയും കാലം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ എൻ്റെ ഹാപ്പിനെസ്സോ എൻ്റെ ഉള്ളില് ഉള്ള കാര്യങ്ങളോ അല്ല ഞാൻ ചിന്തിച്ചിരുന്നത്. മേ ഉം. ബി മുന്നത്തെ ഒരു പീരീഡ്, ഒരു മാരേജിന് മുന്നുള്ള പീരീഡിലൊക്കെ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് പ്രയോറിറ്റീസ് സെറ്റ് ചെയ്തൊരു സമയം. ആഫ്റ്റർ മാരേജ് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പ്രയോറിറ്റീസ് കംപ്ലീറ്റ് നമ്മൾ ഹസ്ബൻഡിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ മക്കൾ ഉണ്ടാവുമ്പോൾ മക്കള് പ്രയോറിറ്റീസ് ആയിട്ട് മാറുകയാണ്. അപ്പൊ നമ്മള് നമ്മളുടെ കാര്യങ്ങൾ മാറ്റി വെക്കുകയാണ്. Yeah. അപ്പൊ അതിലൂടെ നമ്മൾക്ക് ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ടൊരു ടൈം അല്ലെങ്കിൽ നമ്മളുടെ ഒരു പ്രയോറിറ്റി നമ്മൾ ഒരിക്കലും മാറ്റി വെക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോ എനിക്ക് പലപ്പോഴും ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നത് കുറയ്ക്കും. എൻ്റെ ആഗ്രഹങ്ങൾ മാറ്റി വെക്കും. എൻ്റെ സ്വപ്നങ്ങൾ മാറ്റി വെക്കും. ഞാൻ എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ഉം. ദെൻ വാട്ട് ഹാപ്പൻ, അപ്പൊ ഞാൻ ലാസ്റ്റ് എത്തി നിന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പൊ എൻ്റെ വാല്യൂ കുറഞ്ഞു, അവർക്ക് എന്നോടുള്ള കാഴ്ചപ്പാട് കുറഞ്ഞു. കംപ്ലീറ്റ്ലി ഞാൻ വേറൊരു വ്യക്തിയെ, അപ്പൊ എനിക്ക് എന്നോട് തന്നെ ഇഷ്ടമില്ലാത്ത ഒരു രീതിയിലായി പോയി ഞാൻ. അപ്പൊ എനിക്ക് ആ ഒരു ടൈമിൽ എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കര ഗിൽറ്റ് ഫീലിംഗ് ആയിരുന്നു. ഞാൻ എന്തോ ഭയങ്കര തെറ്റ് ചെയ്യാണ്, അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിരുന്നത്. പക്ഷേ ഈ സെൽഫ് ലവും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഇപ്പൊ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് നമ്മളേനെ സ്നേഹിക്കുമ്പോഴാണ് നമുക്ക് ചുറ്റുമുള്ളവര് നമ്മളെ സ്നേഹിക്കുള്ളൂ. ആ ഒരു സത്യം കറക്റ്റ് മനസ്സിലായത് ഇപ്പോഴാണ്. ഇപ്പൊ ഞാൻ എനിക്ക് വേണ്ടി സമയം മാറ്റി വെക്കുന്ന, എനിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന, എനിക്ക് വേണ്ടി പല ഇതും ചെയ്യുമ്പോ ഈവൻ ഹസ്ബൻഡ് പോലും നോക്കി നിന്നിട്ട് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയിൽ പല കാര്യങ്ങളും സംഭവിക്കും. അപ്പൊ ഞാൻ ഇത്രയും നാള് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആയിരുന്നു. നമുക്ക് വേണ്ടി ഒരു പ്രയോറിറ്റി സെറ്റ് ചെയ്ത് നമുക്ക് വേണ്ടിയിട്ടുള്ള അതിനൊക്കെ ഒരു ചെറിയൊരു സമയം, അത് കംപ്ലീറ്റ്ലി മറ്റുള്ള കാര്യങ്ങൾ ഒഴിവാക്കണം എന്നല്ല പറയുന്നത്. ബട്ട് ആ ഒരു പ്രയോറിറ്റി സെറ്റ് ചെയ്ത് നമ്മൾക്ക് വേണ്ടിയിട്ട് ടൈം മാറ്റി വെച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ലൈഫിൽ വലിയൊരു ഇമ്പാക്റ്റ് ആണ് കൊണ്ടുവരുന്നത്. അപ്പോ ഞാനിപ്പോ സെൽഫ് ലവ് ചെയ്യുന്നത്, അഫർമേഷൻസ് നമുക്ക് റിലേഷൻഷിപ്പ് മാസ്റ്ററിയുടെ ഗ്രൂപ്പിൽ ഹാജിറ മാം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. Yeah. പിന്നെ അതല്ലാണ്ട് വേറെ കുറച്ച് യൂട്യൂബിൽ നിന്ന് കുറച്ച് അഫർമേഷൻസ് എടുത്ത് ഞാൻ സ്വന്തം വോയിസിൽ റെക്കോർഡ് ചെയ്തിട്ട് അത് ഇയർഫോൺ വെച്ച് കേട്ടിട്ടാണ് ഞാൻ ടാപ്പ് ചെയ്യാറ്. സെൽഫ് ലവിന് മാത്രം അങ്ങനെ ചെയ്യും. പിന്നെ ഉം. സെൽഫ് ഫോർഗീവ്നെസ്, പിന്നെ മ്യൂസിക്, അത് പിന്നെ മെന്റേഴ്സ് ഷെയർ ചെയ്തത് അത് ചെയ്യും. മിറർ പ്രാക്ടീസും ഇതേപോലെ അഫർമേഷൻസ് ടാപ്പ് ചെയ്യാണ് ചെയ്യാറ്. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ടാപ്പിംഗും പിന്നെ അത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത അതേ ഇത് തന്നെയാണ് ഫോളോ ചെയ്യാറുള്ളത്. Okay. അപ്പൊ ഈ സെൽഫ് ലവ് ചെയ്തതിന് ശേഷം ഞാനും ഭയങ്കര ഹാപ്പിയാണ്. ചുറ്റുള്ളവരും നമ്മളെ നോക്കിക്കാണുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതും ഉം. ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് എനിക്ക് തോന്നി. അത് എങ്ങനെയാണ്, അതെന്തുകൊണ്ടാണ് എങ്ങനെയാണ് മറ്റുള്ളവർ നമ്മളെ നോക്കിക്കാണുന്നത് ഡിഫറെൻ്റ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? അവർ നിങ്ങളോട് സംസാരിക്കുന്ന രീതിയിൽ നിന്നാണോ, അവർ നിങ്ങളോട് പെരുമാറുന്ന രീതിയിൽ നിന്നാണോ, നിങ്ങൾ അവരോട് പെരുമാറുന്ന രീതി മാറിയതാണോ? വാട്ട് ഹാപ്പൻഡ്? മുന്നേ എന്ന് എനർജി. പറഞ്ഞു കഴിഞ്ഞാല് ആ മുന്നേ ഇപ്പൊ ഞാൻ ആ ഒരു സ്ട്രെസ്സും ഇതൊക്കെ പോയിക്കൊണ്ടിരുന്ന ആ ഒരു ടൈം പീരീഡില് എൻ്റെ മുഖത്തുണ്ടായിരുന്ന ഒരു എക്സ്പ്രഷൻ തന്നെ ഡിഫറെന്റ് ആയിരുന്നു. അപ്പൊ ആ ഒരു ഫേസിൽ കൂടെ കടന്നു പോകുമ്പോ പലരും നിനക്ക് എന്താ പറ്റി സബിത എന്ന് വരെ ചോദിച്ചവരുണ്ട്. ഇപ്പൊ ഈ ഒരു 2 മാസമായിട്ട് ഞാൻ യോഗ ക്ലാസ്സിലൊക്കെ പോയിരുന്നു. അപ്പൊ ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്ത് ഇപ്പൊ വീണ്ടും ഇപ്പൊ അവിടെ ഡാൻസ് പ്രാക്ടീസിനൊക്കെ പോകുന്നുണ്ട്. അതിനൊക്കെ സമയം കണ്ടെത്തി പോകുന്നതാ. അപ്പൊ അതിന് പോകുമ്പോ നീ ഭയങ്കര ചേഞ്ച് ആയല്ലോ സബിത,
എന്ന് എന്റെ അടുത്ത് പറയാറുണ്ട്. അപ്പൊ പിന്നെ ഞാൻ ആക്ച്വലി 68 വെയിറ്റ് ഉണ്ടായിരുന്ന വ്യക്തിയാ. ഇപ്പൊ 60ലേക്ക് എത്തി ആ ഒരു ട്രാൻസ്ഫോർമേഷൻ. അപ്പൊ അവരെന്നെ ആദ്യം കണ്ടിട്ട് ഇപ്പൊ കാണുമ്പോ "നീ ഒരുപാട് മാറിയിരിക്കുന്നുന്ന്" എന്റടുത്ത് പറയാറുണ്ട്. അപ്പൊ ഇതെങ്ങനെ സാധിച്ചു എന്നൊക്കെ ചോദിക്കും. അപ്പൊ എനിക്ക് ആ ഒരു ഡിറ്റർമിനേഷനും കാര്യങ്ങളും എല്ലാം വന്നത് ഈ ഒരു സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. ആൻഡ് ദാറ്റ്സ് റിയലി അച്ചീവിങ്. കാരണം ഈ ഒരു 2 മന്ത്സിന്റെ ഇടയിലാണോ ഈ വെയിറ്റ് ലോസ് ഉണ്ടായത്? അല്ല, ഇപ്പൊ ഒരു 5 കെജിയാ ഞാൻ കുറച്ചത്. ബിഫോർ ഓക്കെ. ഒരു 3 കെജി ഉണ്ടായിരുന്നു. അപ്പം ലൈക്ക് 5 കെജി നിങ്ങൾക്ക് 2 മന്ത്സിന്റെ ഇടയിൽ കുറക്കാൻ പറ്റി. യെസ്. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എന്താണ് പ്രാക്ടീസ് ചെയ്ത് സെൽഫ് ലവിന്റെ കൂടെ നിങ്ങൾ സെൽഫ് ലവ് മാത്രമാണോ അതല്ല അതിന്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ ചെയ്തപ്പോഴായിരിക്കും ചെയ്യാനുള്ള ഒരു സെൽഫ് ലവ് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് എക്സസൈസോ അല്ലെങ്കിൽ ഡയറ്റ് കൺട്രോൾ ചെയ്യാനോ ഉള്ള ഒരു മെന്റൽ പവറും ആ ഒരു സെൽഫ് ഡിസിപ്ലിനും വിൽ പവറും നിങ്ങൾക്ക് കിട്ടി എന്നാണോ നിങ്ങൾ പറയുന്നത്? അതല്ല എങ്ങനെയാണ് അത് സംഭവിച്ചത്? എന്താണ് സംഭവിച്ചത്? ഞാൻ നടക്കുവായിരുന്നു. ഡെയിലി 1 അവറോളം നടക്കുവായിരുന്നു. പിന്നെ എക്സർസൈസ് ലൈക്ക് ടൈം കിട്ടുമ്പോ ചെയ്യും. അങ്ങനെ പിന്നെ ഡയറ്റ് നന്നായിട്ട് കൺട്രോൾ ചെയ്തു. എനിക്ക് ചോറില്ലാണ്ട് പറ്റില്ല എന്നുള്ള ആളായിരുന്നു. ചോറൊക്കെ നല്ലോണം കൺട്രോൾ ഒരു 1 ടൈമൊക്കെ ആക്കി. ഇനിയിപ്പോ കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വേറെ കഴിക്കാം. ആ ഒരു രീതിയിലൊക്കെ അത് ഈ സെൽഫ് ലവ് ഭയങ്കര ചെയ്തുകൊണ്ടുണ്ടായ ഒരു സ്ട്രെങ്ത്തിൽ നിന്നാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് തോന്നുന്നത്. അതെ, അതെ സാർ. അത് നമ്മക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ അത് ചെയ്യണത്. ഉം, ലൈക്ക് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എനിക്ക് ഇനിയും ഞാന് ഹൈറ്റ് വളരെ കുറവുള്ള വ്യക്തിയാ. എനിക്ക് ഉം, 150 ഒക്കെ ഉള്ളൂ. അപ്പൊ ഉം. ഇനിയും എനിക്കിത് ചെയ്ത് എനിക്ക് കറക്റ്റ് വെയിറ്റിലേക്ക് വരണംന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാന് ഇനിയിപ്പോ ഒരു പെയ്ഡ് കോഴ്സ് എനിക്ക് ഒരു വയറിന്റെ സ്റ്റൊമക്കിന്റെ ഒരു പ്രശ്നമുണ്ട്. മസിൽസ് ഭയങ്കര ലൂസാണ്. അപ്പൊ അതിന് ഇപ്പൊ ഞാന് നെക്സ്റ്റ് മന്ത് ഒരു പെയ്ഡ് കോഴ്സ് എടുക്കാൻ പോവാ. വീട്ടിന്ന് ഓൺലൈൻ ആയിട്ട് തന്നെ ചെയ്യുന്നത്. വെരി അപ്പൊ ഗുഡ്, വെരി ഗുഡ്. ഐ എം റിയലി ഹാപ്പി അപ്പൊ ഫോർ ഇറ്റ്. ബിക്കോസ് എന്താ വെച്ചാല് നിങ്ങളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാല് നോട്ട് ഇൻ റിലേഷൻഷിപ്പിൽ മാത്രമല്ല പല ഏരിയാസിലും ഉണ്ട്. യെസ്, ആഹ് അത് നിങ്ങളുടെ വിൽ പവർ പേഴ്സണലി നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ പേഴ്സണൽ ആസ് എ പേഴ്സൺ നിങ്ങളാകെ ചേഞ്ച് ആയി. യെസ്. അതല്ലേ സംഭവിച്ചത് ഇവിടെ. അതെ. റിലേഷൻഷിപ്പിന് വേണ്ടിയാ വന്നത്. പക്ഷെ മനസ്സിലായത് എന്താ വെച്ചാൽ റിലേഷൻഷിപ്പിന്റെ പ്രശ്നം ഞാനാണ്. അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, സംഗതികൾ, സങ്കടങ്ങൾ, വിഷമങ്ങൾ കാരണം ഞാനാകെ വിഷമത്തിലായി. ഞാനാകെ വിഷമത്തിലായപ്പോൾ എനിക്ക് എന്നെ നഷ്ടപ്പെട്ടു. എന്നെ നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് എന്റെ എല്ലാം നഷ്ടപ്പെട്ടു. എന്റെ വിൽ പവറും എന്റെ കോൺഫിഡൻസും എന്റെ സംഗതികളും എന്റെ ഇമോഷൻസിന്റെ കൺട്രോളും എല്ലാം നഷ്ടപ്പെട്ടു. ഞാൻ ആരോ ആയി. എനിക്ക് എന്നെ നഷ്ടപ്പെട്ടു. ഞാൻ ആരോ ആയിട്ട് ഇതിപ്പോ ഞാനാരാ? മറ്റേ ഞാൻ ആരാ ഏട്ടാ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞില്ലേ, സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ അവസാനം നാട്ടുകാര് അല്ലെങ്കിൽ കൂടെ പഠിച്ചവര്, വീട്ടുകാർ ഇവരൊക്കെ ചോദിക്കാൻ തുടങ്ങി, ഏഹ് നീയാണോ സൗദ എന്ന് ചോദിച്ച പോലെ നീയാണോ സബിത ഏഹ് അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ ആ സബിതയോട് ഇപ്പം നിനക്കാകെ നല്ല മാറ്റമാണല്ലോ സബിത എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തി എന്ന് പറയുന്ന സ്റ്റോറി. ദിസ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. ഐ എം റിയലി ഹാപ്പി ടു ഷെയർ. വി റിയലി എൻജോയ് ദി സ്റ്റോറി. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നു. എന്തായാലും വളരെയധികം സന്തോഷം. സബിത, അത് എന്താണ് കൂടുതൽ ഇനി ചെയ്യാനുള്ളവരോടൊക്കെ എന്താ പറയാ, എന്താ കൂടുതൽ മെസ്സേജ് പറയാനുള്ളത്? വാട്ട് ഡു യു വാണ്ട് ടു ഷെയർ? എനിക്ക് പറയാനുള്ളത് ഇപ്പൊ EFT എന്ന് പറയുന്ന ഒരു കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലൈക്ക് സാറ് പറഞ്ഞ ഒരു കാര്യം ഉണ്ടല്ലോ, ബിലീവ് ഇൻ മാജിക്. ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ കറക്റ്റ് നമുക്ക് ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമുക്ക് EFT നമുക്ക് ജീവിതത്തിൽ ആ ടാപ്പ് ചെയ്യുമ്പോ നമ്മൾ ടാപ്പ് ചെയ്യുന്നതിന്റെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുന്ന റിയൽ ലൈഫിലാണ്. നമ്മൾ ഇൻപുട്ട് ഇവിടെ കൊടുക്കുമ്പോ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് റിയൽ ലൈഫിലാണ്. നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് കാണാൻ നമുക്ക് നമ്മുടെ മുന്നിൽ അതിന്റെ റിസൾട്ട് കാണാൻ പറ്റും. അവിടെയാണ് ആ ഒരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ചിന്തിച്ചു പോകുന്നത് എന്താ ഇപ്പൊ സംഭവിക്കുന്നത്. അങ്ങനെ പല സിറ്റുവേഷൻസും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്താ പറയാ, എനിക്ക് കറക്റ്റ് ഇപ്പൊ ഇതിലേക്ക് എത്തിപ്പെട്ടത് തന്നെ എന്തോ എന്നെ ഇതിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയത് എന്തോ ഞാൻ അതിന് യൂണിവേഴ്സിനോട് ഭയങ്കര ഇത് പിന്നെ ഷാഫി സാറിനെ പോലെ ഒരാളിനെ
കീഴില് ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്യാൻ പറ്റിയത് അതിനെക്കാട്ടി ഗ്രേറ്റ്ഫുള്ള്. അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തില് കുറേ ട്രോമാസും കാര്യങ്ങളും ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നത് ഒരിക്കലും നമ്മുടെ കുറ്റങ്ങൾ കൊണ്ടല്ല. നമ്മൾക്ക് പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരും ഇല്ല. നമ്മൾ കടന്നു പോകുന്ന ചുറ്റുപാടുകള് നമ്മൾ ഒരുപാട് ലൈഫില് പ്രശ്നങ്ങൾ പിന്നെ സാറ് പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്. നമ്മൾ ഏറ്റവും വലിയ തിരിച്ചടി നമുക്ക് കിട്ടുമ്പോഴാണ് നമ്മൾ അത്രയും ശക്തമായിട്ട് നമ്മള് ഉയർന്നു വരികയെന്നുള്ളത്. അതെപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. ഇപ്പൊ ഞാനിപ്പോ പല കാര്യങ്ങളും ഇപ്പൊ എനിക്ക് ലൈഫിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നത് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് എത്തിപ്പെട്ടതും എനിക്ക് എന്നെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റിയതും. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും പഴയ പോലെ ആ ഒരു ലൈഫിലൂടെ കടന്നു പോയേനെ. അപ്പോ നമുക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അത് ചലഞ്ചസ് വരുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ അതിനെ തരണം ചെയ്യുന്ന ആലോചിച്ച് നമുക്ക് അതിന് പുറത്തു വരാനുള്ള ആഹ് ഒരു ഇത് നമ്മളെപ്പോഴും ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ അതിന് നമുക്ക് പറ്റിയ മെന്റേഴ്സ് ചൂസ് ചെയ്യുക, നമ്മൾക്ക് അതിന് പറ്റിയ കോഴ്സ് ചെയ്യുക. അപ്പൊ നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പൊ എന്നും ഈ സ്ട്രെസ് അടിച്ചും എന്താ പറയാ ലൈഫിൽ നെഗറ്റീവ് ആലോചിച്ചിട്ടൊന്നും ജീവിതം കളഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള കോഴ്സുകൾ ചെയ്ത് മുന്നോട്ട് വന്നേ പറ്റൂ. ദാറ്റ്സ് ഇറ്റ്. വെരി ഗുഡ്. ഫാന്റാസ്റ്റിക്. അപ്പോൾ ഓൾറെഡി പ്രാക്ടീസ് നമ്മുടെ കോഴ്സിൽ പങ്കെടുത്ത ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സ്റ്റുഡൻസിനെ നമ്മൾ ചില ആൾക്കാർ നോക്കി കാണുമ്പോൾ ചില ആൾക്കാർ വളരെ ജെനുവിൻ ആയിട്ട് പഠിപ്പിച്ച കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. സോ യു പ്രാക്ടീസ് റിയലി വെൽ. ചില ആൾക്കാർ ഇപ്പോഴും നമ്മുടെ കോഴ്സ് ചെയ്തിട്ടുണ്ട്, എന്നാലും പ്രാക്ടീസ് കുറച്ച് ദിവസം ചെയ്യും, പിന്നെ ചെയ്യാതിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവർക്ക് ഇപ്പോഴും സബിത ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാതെ ഇങ്ങനെ ഇടയ്ക്ക് മുടക്കി വെക്കുന്ന ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ മോട്ടിവേഷൻ ആവശ്യമാണ്, എന്നാൽ ഇവർ പ്രാക്ടീസ് ചെയ്യുള്ളൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആക്ച്വലി നമ്മുടെ ലൈഫിൽ മോട്ടിവേഷൻ ആവശ്യമില്ല. ഒരു റിയാലിറ്റി ഞാൻ പറഞ്ഞു, മോട്ടിവേഷൻ ആവശ്യമില്ല. നിങ്ങൾക്ക് പല്ല് തേക്കാൻ മോട്ടിവേഷൻ വേണോ? ഒരു മോട്ടിവേഷൻ ക്ലാസ് അരക്കപ്പ് കിട്ടിയാലേ നിങ്ങൾ പല്ല് തേക്കുള്ളൂ? അല്ലല്ലോ. അല്ല. നിങ്ങൾക്ക് മോട്ടിവേഷൻ, നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഭക്ഷണം കഴിക്കാൻ മോട്ടിവേഷൻ വേണോ? പ്ലീസ് മോട്ടിവേറ്റ് മീ എന്ന് പറഞ്ഞിട്ടാണോ നിങ്ങൾ? അല്ല. ഭക്ഷണം നിങ്ങൾക്ക് എന്താ വെച്ചാൽ നിങ്ങൾക്ക് മോട്ടിവേഷൻ വേണ്ട ആവശ്യമില്ല. അതൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ആവശ്യമില്ലാത്തൊരു സാധനമാണ്. ആരാ ഈ പറയുന്നത്? മോട്ടിവേഷൻ ട്രെയിനർ അല്ലേ? നിങ്ങളുടെയൊക്കെ കാഴ്ചപ്പാടിൽ അങ്ങനെയാണ്. ആക്ച്വലി ഞാൻ എന്നെ കാണുന്നത് മോട്ടിവേഷൻ ട്രെയിനർ ആയിട്ടല്ല. അപ്പം ഞാൻ ജസ്റ്റ് എന്താ വെച്ചാൽ ഐ എം എ ഡിസ്ട്രിബ്യൂട്ടർ. കുറച്ച് എന്താ പറയുക, പല തരത്തിലുള്ള സാധനങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തരുന്നു. അപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ ചാനൽ മാത്രമാണ് ഞാൻ. അപ്പം എനിക്കിഷ്ടമുള്ള വിഷയം അതുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. അതിൽ തന്നെ സ്ട്രാറ്റജി സൈഡിലാണ് എനിക്ക് കൂടുതൽ താല്പര്യം. നല്ല ടെക്നിക്കുകൾ, നല്ല റിയാലിറ്റി ശരിക്കും സംസാരിച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാം. സോ മോട്ടിവേഷൻ നമുക്ക് ശരിക്കും ആർക്കും ആവശ്യമില്ല. ചില ആൾക്കാരൊക്കെ ഇത് പ്രാക്ടീസ് ചെയ്യാതിരിക്കുന്ന മോട്ടിവേഷൻ്റെ കുറവ് കൊണ്ടാണെന്ന് പറയുന്നുണ്ട്. എനിക്ക് മോട്ടിവേറ്റഡ് അല്ല. മോട്ടിവേറ്റഡ് ആകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റഡ് ആകാൻ വെയിറ്റ് ചെയ്യുന്നില്ല. എൻ്റെ ഒരു ക്ലാസ്സിനോ അല്ലെങ്കിൽ വേറെ ആരുടെയും ക്ലാസ്സിനോ ടെക്നിക്സിനോ മെത്തേഡ്സിനോ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. പണിയെടുക്കുന്നവർക്ക് റിസൾട്ട് കിട്ടും. സിമ്പിളാണ്. ഓക്കെ. അപ്പോൾ പറ സബിത, എന്താണ് പറയാനുള്ളത്? അവരോട് എന്താ അതായത് നമ്മൾ ഇതിനെ ഒരു റുട്ടീനായിട്ട് കണക്കാക്കി അതായത് എന്താ പറയാ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. അതാണ് വേണ്ടത്. അപ്പൊ അല്ലാണ്ട് ഇതെന്തോ വലിയ സംഭവമാണ്, അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഇത്രയും സമയം കളയണല്ലോ, അല്ലെങ്കിൽ ഞാനും ആദ്യത്തെ സ്റ്റേജിൽ പല പല ഇങ്ങനെ റീസൺസ് കണ്ടെത്തും. മെന്റേഴ്സ് വിളിക്കും, ഇന്ന് ഇത്ര മീൻസ് അവര് ഡെയിലി മെസ്സേജ് ചെയ്യുമല്ലോ, ഇത്ര ഫോർഗീവ്നെസ് ചെയ്യണം, ഇത്ര ഇഷ്യൂസ് എടുത്ത് ഹീൽ ചെയ്യണം. അപ്പൊ ഞാൻ പല പല കാരണങ്ങൾ മീൻസ് എനിക്ക് ടൈം ഇല്ല, അതാണ് അപ്പൊ ഇന്ന് ഇത്രേ ചെയ്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ, അതായത് നമുക്ക് ആ ഒരു ഇതിലേക്ക് വരാനുള്ളൊരു ഒരു ടൈം ഉണ്ട്. അതായത് ഈ ഒരു സാധനത്തിലേക്ക് സെറ്റാക്കി കിട്ടാന് അതിന് കുറച്ച് ടൈം കിട്ടിയിരിക്കും ആ ഒരു ട്രാക്കിലേക്ക് വീഴാൻ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഭയങ്കര സിമ്പിൾ ആണ്. അതായത് ഇപ്പൊ ഞാൻ ഈ 4 പ്രാക്ടീസ് ചെയ്യണത് ഒരു ഹാഫ് ആൻ അവർ 30 to 35 minutes ആണ് ഈ 4 എടുക്കുള്ളൂ. അപ്പൊ അത് പിന്നെ ഇപ്പോ ഈ ടാപ്പിംഗ് ചെയ്യണത് ഡെയിലി ഒരു ഇഷ്യൂ വെച്ചിട്ട് എടുക്കും. ഇനിയിപ്പോ ചില ദിവസങ്ങളിൽ പറ്റാറില്ല, ബട്ട് ദാറ്റ്സ് ഓക്കെ എന്ന് വെച്ചിട്ട് പിന്നെ വേറൊരു ദിവസം ചെയ്യും. പക്ഷെ നമുക്ക് ഏതാണ് ഇമ്പോർട്ടന്റ് എന്ന് മനസ്സിലാക്കി
മിനിമം ഒരു ഹാഫ് ആൻ അവർ എങ്കിലും നമുക്ക് അതിന് മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ലൈഫിൽ ഉറപ്പായിട്ടും 100% ആയിട്ടും മാറ്റം സംഭവിച്ചിരിക്കും. അത് ഉറപ്പാണ്. ഓക്കെ. ഇനി താങ്ക് യു സോ മച്ച്. ഇന്നത്തെ സെഷന്റെ പേര് നമുക്ക് മാറ്റണം. ഇന്നത്തെ സെഷന്റെ പേര് ഈ പറഞ്ഞതുപോലെ വളരെ ഫണ്ണി ആയിട്ടുള്ള മെസ്സേജ് ആക്കേണ്ടി വരും. ഒരുപാട് പറയാനുണ്ട് സബിതയ്ക്ക്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും, ഞാൻ ഓഡിയൻസിന് വിട്ടുതരാണ്. ഞാൻ എന്താ വെച്ചാൽ എല്ലാ ക്വസ്റ്റ്യൻസും ചോദിച്ചു ഇനി സമയം കളയുന്നില്ല. സർ, പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഞാൻ കരിയറിൽ കുറെ മീൻസ് ആളെന്നെ എന്റെ ഹസ്ബൻഡ് എന്നെ സപ്പോർട്ട് ചെയ്യാത്ത ആളായിരുന്നു. അപ്പൊ ഒരു മിറാക്കിൾ എന്നുള്ള രീതിയിൽ ഇപ്പൊ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല്, ആള് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും കോഴ്സ് ചെയ്യാൻ. അപ്പൊ ആള് ഭയങ്കര ഇതായിട്ട് ഓക്കെ നീ ചെയ്തോ, നീ ഏതാ വേണ്ടത് സെലക്ട് ചെയ്തോ എന്നൊക്കെ ഉള്ള രീതിയിൽ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ട്, ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല അങ്ങനെ ഒരു തെറ്റ്. അപ്പൊ ഹർഷിന മാം ആയിരുന്നു എന്റെ മെന്റർ. അപ്പൊ മാം ആദ്യമൊക്കെ ഇങ്ങനെ പറയും, സബിത എപ്പോഴും ആ ഒരു ചിന്ത കൊടുക്കരുത്, അതായത് പാർട്ട്ണർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, എന്തെങ്കിലും ഒരു കരിയറിന്റെ ഇത് എടുക്കുമ്പോ തന്നെ അങ്ങനെയൊന്നും ചിന്തിക്കരുത്, എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ വിഷ്വലൈസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ. അപ്പൊ ഇപ്പൊ ഞാന് 2 കോഴ്സിന് ഒരുമിച്ച് ജോയിൻ ചെയ്തു. എന്തായാലും 2025 എൻഡ് ആവുമ്പോഴേക്കും എനിക്ക് എന്റെ കരിയർ സെറ്റ് ആക്കണം എന്നുള്ള രീതിയിൽ 2 ഓൺലൈൻ കോഴ്സിന് ജോയിൻ ചെയ്തു. ഹോപ്പ് എവറിത്തിങ് വിൽ ബി ഗുഡ്. താങ്ക് യു. സോ ദാറ്റ് ഈസ് യുവർ നെക്സ്റ്റ് ഗോൾ, റൈറ്റ്? ദാറ്റ് ഈസ് യുവർ നെക്സ്റ്റ് ടാർഗറ്റ്. ഈ ചോദ്യം ഞാൻ ചോദിക്കേണ്ടതായിരുന്നു. എനിവേ, നിങ്ങൾക്ക് ഓഡിയൻസിന് വിട്ടുതരാണ്. വാട്ട് ആർ ദ ക്വസ്റ്റ്യൻസ് യു ഹാവ്? പ്ലീസ് ആസ്ക് ഹെർ ബിക്കോസ് ദിസ് ഈസ് ഗോയിങ് ടു ബി. ആൻഡ് സെഷൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. നമുക്കിവിടെ ചെറിയൊരാളൊരു ഗസ്റ്റ് ഉണ്ട്, നജല എന്ന് പറഞ്ഞ ഒരാൾ നമ്മുടെ ഗസ്റ്റ് ആയിട്ടുണ്ട്. അവരുടെ ചെറിയൊരു സെഷനും കൂടെ ഉണ്ട്, അത് നമുക്കൊന്ന് കേൾക്കാം. അതൊന്ന് ഷെയർ ചെയ്യാം, കേൾക്കാം. ഇപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ചോദിച്ചോളൂ. സബിതയോട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നമ്മുടെ കൺഗ്രാചുലേഷൻ സബിത. ഒരുപാട് ആൾക്കാർ വിഷ് ചെയ്യുന്നുണ്ട്. സുധീർ സാറൊക്കെ വിഷ് ചെയ്യുന്നുണ്ട്. ഗോഡ് ബ്ലസ് യു എന്നൊക്കെ വിഷ് ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻസ് ആണുള്ളത്? മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചോദിക്കാം. അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിച്ചോളൂ. എനി ക്വസ്റ്റ്യൻസ്? നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടാവും? ചോദ്യങ്ങളുള്ളവർ ചോദിച്ചോളൂ. ഇതുപോലെ സെയിം പ്രശ്നങ്ങൾ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പാർട്ണറുടെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചാലഞ്ചസ് നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ജസ്റ്റ് എന്താ പറയുക, ഷെയർ യുവർ ക്വസ്റ്റ്യൻസ് ആൻഡ് കൺസേൺസ്. എനി ക്വസ്റ്റ്യൻസ്? ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എനിബഡി? ഓക്കെ, ഇല്ല എന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു സോ മച്ച് സബിത. കാരണം സബിത ഇവിടെ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തായാലും ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ജോയിൻ ചെയ്യാം. വെൽ എക്സ്പ്ലെയിൻഡ് എന്നാണ് പറയുന്നത് റിഷ റസാഖ്. താങ്ക് യു റസാഖ് സാർ. താങ്ക് യു സോ മച്ച്. സോ സബിത, ഫൈനലി എന്തെങ്കിലും മെസ്സേജ് പറയാനുണ്ടെങ്കിൽ പറയാം. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് നെക്സ്റ്റ് നിജിലയിലേക്ക് കടക്കാം. ഡു യു ഹാവ് എനിത്തിങ് യു വാണ്ട് ടു സേ സബിത? സർ, താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഒരു അവസരം തന്നതിന് താങ്ക് യു. പിന്നെ സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയതിന് ഒരുപാട് താങ്ക് യു. പിന്നെ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവാൻ കഴിഞ്ഞതില്, ലൈക്ക് രാവിലെ തന്നെ മെഡിറ്റേഷൻ, പിന്നെ അത് കഴിഞ്ഞ് മോർണിംഗ് ക്ലാസ് ഒക്കെ ഞാൻ കിച്ചണിലായിരിക്കും, എന്നാലും ഡെയിലി മിസ് ചെയ്യാണ്ട് കേൾക്കാറുണ്ട്. പിന്നെ സാറിന്റെ ഗോൾ സെറ്റിംഗിന്റെ അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഗോൾ സെറ്റിംഗിന്റെ സെഷൻ സാർ ഞാൻ കാണിച്ചു തരാം. ഒരു ഡേ എനിക്ക് അതിന്നാണ് സത്യം പറഞ്ഞാൽ എനിക്ക് എന്റെ കരിയർ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ലൈക്ക് ഇത് കാണുന്നുണ്ടോന്ന് അറിയില്ല, ഓരോ മാർക്കറൊക്കെ വെച്ച് ചെയ്ത് കംപ്ലീറ്റ്, ലൈക്ക് ഓരോ ഡേയിന്റെയും ഓരോ വർക്ക്ഷീറ്റ് ആയിട്ട് എഴുതി സെറ്റ് ചെയ്ത് 2 ആഴ്ച എടുത്തു. ഇപ്പൊ ഗോൾ സെറ്റിങ്ങിന്റെ ഇത്രയും കഴിഞ്ഞിട്ട് 2 ആഴ്ചയല്ലോ. അപ്പൊ അത് ചെയ്തപ്പോ തന്നെ എനിക്ക് കംപ്ലീറ്റ് ഒരു ഐഡിയ കിട്ടി, എങ്ങനെയാണ് ഇനി നെക്സ്റ്റ് ഞാൻ മൂവ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കംപ്ലീറ്റ് ഐഡിയ കിട്ടി. അത് ഞാൻ പറയാൻ പറ്റുമോ? നമ്മുടെ ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? 2020 ഡിസംബർ ലാസ്റ്റിൽ നമ്മൾ 30th ചെയ്തിട്ടുള്ള കോഴ്സ് പങ്കെടുത്തു. അതിലൊന്നും നല്ല ക്ലാരിറ്റി കിട്ടി അല്ലേ? വെരി ഗുഡ്. അതെ അതെ ഐ എം റിയലി ഹാപ്പി ഫോർ യു. ഐ എം റിയലി എക്സൈറ്റഡ്. നല്ല രീതിയിലേക്ക് ഉയരങ്ങളിലേക്ക് പോകട്ടെ. റിലേഷൻഷിപ്പിലെ എല്ലാ കാര്യങ്ങളും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാപ്പി ആയിട്ടുള്ള ലൈഫ് എല്ലാം കൊണ്ടും, കരിയറും അതേപോലെ ഫാമിലി ലൈഫും നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ. നമ്മുടെ കൂടെ ഉണ്ടാവുക. തീർച്ചയായിട്ടും ഒരുപാട് ഇനിയും പഠിപ്പിക്കാനുണ്ട്. നമ്മുടെ
നെക്സ്റ്റ് വെൽത്ത് ക്രിയേഷൻ കമ്മ്യൂണിറ്റിയിലും വരാൻ സാധിക്കട്ടെ. 1% ക്ലബ് എന്ന് പറയുന്ന ഒരു ക്ലബ് ഉണ്ട്. എന്താണ് 1%? സക്സസ് ആൻഡ് ഗ്രോത്ത്, ഹ്യൂജ് ഗ്രോത്ത് ആൻഡ് ഹ്യൂജ് സക്സസ്. ഇപ്പൊ നമ്മളിൽ അധികം ആൾക്കാർ ഇപ്പൊ സത്യത്തേക്ക് അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ പീസ് ഓഫ് മൈൻഡും സർവൈവലും ഹാപ്പിനെസ്സും ഒക്കെയാണ്. ഇനി ഹ്യൂജ് ഗ്രോത്ത്, ഹ്യൂജ് സക്സസ് അച്ചീവ് ചെയ്യാനുണ്ട്. ദാറ്റ് ഈസ് ഫോർ എവ്രി വൺ. അത് എല്ലാവർക്കും ഉള്ളതല്ല. ദാറ്റ്സ് ഓൺലി ഫോർ ദ 1% പീപ്പിൾ. 1% ആയിട്ടുള്ള ആൾക്കാർക്കുള്ളത്. എന്താണ് 1%? ദ പീപ്പിൾ ഹു ആർ റെഡി ടു എക്സ്ട്രാ എഫേർട്സ് ആൻഡ് എവറിഥിങ്. എനിവേ, അതിന് വേണ്ടിയിട്ടുള്ള ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാം. നമ്മുടെ അതിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു ഗസ്റ്റാണ് ഇനി നമ്മളായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പോകുന്നത്. ഇന്ന് കഴിഞ്ഞ വർഷം 2 ദിവസങ്ങളിൽ 2 സെഷൻസ് കഴിഞ്ഞു. ആർക്കും എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാം. അതൊരു 1 year സബ്സ്ക്രിപ്ഷൻ പ്രോഗ്രാമാണ്. സബിത, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഹിയർ, ഫോർ ഷെയറിംഗ് യുവർ സ്റ്റോറി. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. ഇറ്റ് ഈസ് റിയലി യൂസ്ഫുൾ ഫോർ അസ് ആൻഡ് ഇൻസ്പിറേഷണൽ. സബിതയുടെ സ്റ്റോറി കേൾക്കുമ്പോൾ എനിക്കും അതൊരു ഇൻസ്പിറേഷൻ ആണ്. ഇനിയും നമുക്ക് മുന്നോട്ട് ഒരുപാട് പോകാൻ സാധിക്കട്ടെ. ഈ സൺഡേയിലെ സെഷൻ എനിക്ക് ശരിക്കും പേഴ്സണലി ഐ റിയലി ലവ് ഇറ്റ്. ബിക്കോസ് നമ്മളെടുക്കുന്ന പണിക്ക് നമുക്ക് കിട്ടുന്ന ഒരു അപ്രീസിയേഷൻ ആണിത്. നിങ്ങൾ ഓരോരുത്തരും വന്ന് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ എന്താണെന്നറിയില്ല, ഹൃദയത്തിൽ നിന്ന് മനസ്സ് തുറന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് എത്രയോ നല്ലൊരു ജോലിയാണ്. എത്രയോ പ്രയാസത്തിലും ഇരുട്ടിലും ദുഃഖത്തിലും വിഷമത്തിലും നിൽക്കുന്ന ഒരാളെ പ്രതീക്ഷയുടെയും വെളിച്ചത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും ഒക്കെ ഒരു നല്ല സന്തോഷമുള്ള ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുക. പല ആൾക്കാരും പറയാറുണ്ട് ആത്മഹത്യയുടെ വക്കിൽ നിന്നാണ്, എന്ത് ചെയ്യും, ഇനി എന്ത് ചെയ്യും, ഇങ്ങനെ പോകും. അതേപോലെ അല്ലേ, ഡിവോഴ്സിന്റെ വക്കിൽ നിന്നാണ് ഇപ്പം അങ്ങോട്ട് വന്നിട്ട് പുതിയൊരു ലൈഫിലേക്ക് തിരിച്ചു കിട്ടിയത്. സോ വി ആർ റിയലി, നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ ടീം മെമ്പേഴ്സ്, ഇതിന്റെ വിജയം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം ഇന്നലെ എനിക്ക് ബർത്ത്ഡേ ആയിട്ട് എൻ്റെ ടീം മെമ്പേഴ്സ് എന്നെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ മെൻറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും അതേപോലെ കൗൺസിലേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ ആയിപ്പോയി അത് കണ്ടിട്ട്. ഇറ്റ് വാസ് റിയലി എന്താ പറയുക, ഭയങ്കര മീനിങ് ആയിട്ടുള്ള ഒരു വർക്ക് ചെയ്യുന്ന, എനിക്ക് തോന്നുന്നു അവര് വളരെ ജെന്യൂൻ ആയിട്ട് അത് വിഷ് ചെയ്തതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. താങ്ക് യു, ലൈക്ക് ഹാപ്പി ബർത്ത്ഡേ ടു യു സർ എന്ന് അവർ പറയുന്ന സമയത്ത് അവരുടെ മുഖത്തേക്ക് ഞാൻ നോക്കുകയാണ്. ഓരോരുത്തരുടെ മുഖത്തും ഭയങ്കര സന്തോഷമുണ്ട്, ഒരു ആനന്ദമുണ്ട്. എനിക്ക് തോന്നുന്നു അവർക്ക് നമുക്കൊരു ജോബ് കൊടുക്കാൻ പറ്റി, വരുമാന മാർഗം കൊടുക്കാൻ പറ്റി എന്നുള്ളതിനപ്പുറത്തേക്കുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡ്. അതായത് നല്ലൊരു സ്ഥലത്ത് നല്ലൊരു പ്രവൃത്തി ചെയ്ത് ഒരുപാട് പേരുടെ ജീവിതം മാറ്റിമറിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമിന്റെ ഭാഗമാകാൻ അവർക്ക് പറ്റി, അവർക്ക് അവസരം കൊടുത്തു എന്നതിനും കൂടിയുള്ള ഒരു താങ്ക്സ് ആണ്. അത് നിങ്ങൾക്കും കൂടിയുള്ള, കാരണം നിങ്ങളൊക്കെ അവരെ വിശ്വസിക്കുന്നു. അത് കോഴ്സ് കൗൺസിലേഴ്സ് ടീം ആയിക്കോട്ടെ, എൻ്റെ മെൻറ്റേഴ്സ് ടീം ആയിക്കോട്ടെ, ഐ മീൻ എൻ്റെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ലൈക്ക് ഞങ്ങളുടെ പ്ലാറ്റ്ഫോമാണിത്, നമ്മുടെ എല്ലാവരുടെയും പ്ലാറ്റ്ഫോമാണിത്, ഇത് നിങ്ങളുടെയും കൂടെ പ്ലാറ്റ്ഫോമാണ്. അപ്പം നമ്മുടെ എല്ലാവരുടെയും ഈ ഒരു പ്ലാറ്റ്ഫോം, സബിത അടക്കം നസ്രി അടക്കം, എനിക്കറിയില്ല നസ്രിയൊക്കെ ഇപ്പം ഞങ്ങളുടെ ഒരു ഭാഗമായ പോലെ ഫീൽ ചെയ്യുന്നത്. ലൈക്കിനോ ജമീല മാം ആയിക്കോട്ടെ, രൂപേഷ് സാർ ആയിക്കോട്ടെ, ലൈക്കിന് ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന കുറേ ആൾക്കാരുണ്ട്. നിങ്ങളിന്ന് ഞങ്ങൾക്കിപ്പം എന്താ പറയുക, വി ആർ വൺ ഫാമിലി ആൻഡ് വി ലവ് യു സോ മച്ച്. ആൻഡ് ഇറ്റ് വാസ് സച്ച് ഒരുപാട് പേരുടെ വിശ്വസ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്, ഫോർ ദ ലവ് ആൻഡ് സപ്പോർട്ട്. ആൻഡ് ദാറ്റ് ഈസ് ഗിവിങ് അസ് എ റെസ്പോൺസിബിലിറ്റി. ഒരു എന്താ പറയുക, ഭയങ്കരമായിട്ടൊരു വലിയൊരു റെസ്പോൺസിബിലിറ്റി. ഇനിയും ഈ യാത്ര പോകണം. ഞാൻ ഇനിയും കൂടുതൽ, ഞാനിങ്ങനെ ഓരോ പ്രോജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു പ്രോജക്റ്റ് ഇപ്പം നമ്മളിപ്പോൾ ചെയ്യുകയാണ്. അത് നമ്മൾ ഉദ്ദേശിക്കുന്നത്, എൻ്റെ കുറേ കാലത്തൊരു ആഗ്രഹമായിരുന്നു. നമ്മുടെയൊക്കെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് സ്ത്രീകൾ നമ്മുടെ ഹീലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഹീലിംഗ് കഴിഞ്ഞതിന് ശേഷം അവർക്ക് അവരുടെ ഒരു ലൈക്ക്, നമ്മൾ എത്ര പോസിറ്റീവായ കാര്യങ്ങൾ പറഞ്ഞാലും സാമ്പത്തികമായിട്ട് നമ്മുടെ കൈകളിൽ എടുക്കാണ്ടാവുമ്പോഴാണ് നമ്മൾ പവർഫുൾ ആകുന്നത്. ദാറ്റ് ഈസ് എ റിയാലിറ്റി. അതൊരു ഹാർഡ് ബട്ട് ഹാർഷ് റിയാലിറ്റി. തീർച്ചയായിട്ടും നമുക്ക് അത് നമ്മളുടെ കൈകളിലേക്ക് നമുക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശക്തിയുണ്ട്. എൻ്റെ ഉപ്പ, ഹീ ഈസ് മൈ റോൾ മോഡൽ. ലൈക്ക്, പക്ഷെ അദ്ദേഹം എൻ്റെ റോൾ മോഡൽ ആണെങ്കിൽ പോലും അദ്ദേഹത്തെ പോലെ റോൾ മോഡൽ ആവാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ ആവാനോ ഒന്നും എനിക്ക് കഴിഞ്ഞിട്ടില്ല. എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു യാത്ര നടത്താനേ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഹി വാസ് എ ലീഡർ. ഹി വാസ് നമ്മുടെ ഒരു നാട്ടിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഇതാണല്ലോ മഹല്ല് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പം അതിലൊക്കെ പ്രസിഡൻ്റായിട്ട് നിന്നിട്ടുള്ള ഒരാളാണ്. സോ ഹി വാസ് സച്ച് എ ഗുഡ് പേഴ്സൺ. വളരെ നല്ല, എന്താ പറയുക, ഒരു ലീഡറായിട്ടുള്ള ഒരു മനുഷ്യൻ. ഒരുപാട് പേരുടെ ഇഷ്ടം പിടിച്ചു പറ്റിയിട്ടുള്ള, റെസ്പെക്റ്റ് പിടിച്ചു പറ്റിയിട്ടുള്ള, ഒരുപാട് പേർക്ക് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു വലിയൊരു മനുഷ്യനാണ്. അപ്പം അദ്ദേഹം, എൻ്റെ ഫാദർ മരിച്ചുപോയി. അപ്പം അദ്ദേഹം ആയിക്കോട്ടെ, അല്ലെങ്കിൽ എൻ്റെ ഉമ്മാൻ്റെ സ്റ്റോറി എടുക്കുകയാണെങ്കിൽ എനിക്ക് രണ്ടുപേരെയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്താ പറയുക,
രണ്ടുപേരും മരിച്ചു പോയിട്ടുണ്ട്. പക്ഷെ അവർ രണ്ടുപേരുടെയും ലൈഫ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും എൻ്റെ ഉമ്മാക്ക് ഞങ്ങൾ വിളിക്കാറുണ്ടായിരുന്നത് ബാങ്കിൽ നിന്നാണ്. ഞങ്ങളെ മക്കൾ വിളിക്കുന്നത് ഉമ്മാനെ ബാങ്കിൽ നിന്നാണ് വിളിക്കുക. കാരണം ഞങ്ങൾക്ക് എപ്പോഴും ക്യാഷ് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ലോൺ എടുക്കാൻ പോകുന്ന പോലെ അവിടെ ചെന്നാൽ ക്യാഷ് കിട്ടും. ലോൺ തിരിച്ചടവൊന്നുമില്ല, പക്ഷെ അവിടെ ചെന്നാൽ ക്യാഷ് കിട്ടുക. ബിക്കോസ് ഷി വാസ് റിച്ച്. ആള് റിച്ച് ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനാൻഷ്യലി ഷി വാസ് സെക്യൂർഡ് ആൻഡ് സേഫ്. അതിന്റെ കാരണം എന്താ വെച്ചാൽ എൻ്റെ ഫാദറിന് ഒരു ബിസിനസ് ഉണ്ടായിരുന്നു, ഷിപ്സിന്റെ ബിസിനസ്. അപ്പൊ അതിൽ ചെറിയ പോർഷൻ ഓഫ് ഇൻകം, ചില ടൈപ്പ് ഓഫ് ഇൻകം വരുന്നതൊക്കെ ഷി വാസ് ടേക്കിംഗ് കെയർ ഓഫ് ഇറ്റ്. ഷി വാസ് റിച്ച് ആൻഡ് വെന്നെവർ ഷി വാണ്ട്, ആൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടായിരുന്നു. എപ്പോൾ പുറത്തു പോകാം, എപ്പോൾ പോയിട്ട് എന്ത് ഇഷ്ടമുള്ളത് വാങ്ങിക്കൊണ്ടുവരാം. ആൻഡ് ഐ സോ ദാറ്റ് ലിറ്ററലി. പക്ഷെ വളരെ ഓർത്തഡോക്സ് ആയിട്ട് ജീവിക്കുന്ന ഫാമിലിയാണ്, വളരെ ഇതിൽ ജീവിക്കുന്ന. പക്ഷെ ദാറ്റ് വാസ് ദെയർ. ആൻഡ് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്, മേ ബി അത് പല സ്ത്രീകളും പല വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു വൺ ഓഫ് ദ റീസൺ എന്ന് പറയുന്നത് ഫൈനാൻഷ്യലി നിങ്ങൾ കേപ്പബിൾ അല്ല എന്നുള്ളതാണ്. ഫൈനാൻഷ്യലി കേപ്പബിൾ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തുണ്ട്, നിങ്ങൾ ചിലപ്പോൾ ഗോൾഡ് ഉണ്ടാവാം, നിങ്ങളുടെ അടുത്ത് ചിലപ്പം നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും, നിങ്ങൾക്ക് ചിലപ്പോൾ പുറത്തിറങ്ങി വർക്ക് ചെയ്യാൻ കഴിഞ്ഞോളുന്നില്ല, അല്ല അതിനുള്ളൊരു സാഹചര്യം നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടാവില്ല. കാരണം എല്ലാവർക്കും അത് ഇഷ്ടമുണ്ടാവില്ല, എല്ലാവർക്കും അത് താല്പര്യം ഉണ്ടാവില്ല. കാരണം ഇത് ചില ആൾക്കാർ പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫൈനാൻഷ്യൽ ഫ്രീഡം വേണം, പക്ഷേ ഐ ഡോണ്ട് വാണ്ട് ടു വർക്ക്. എന്ത് ചെയ്യാൻ പറ്റും? ഗുഡ് ഓപ്ഷൻ ഈസ് ലൈക്ക് ഇൻവെസ്റ്റ്മെന്റ്, നിക്ഷേപിക്കുക എന്നുള്ളതാണ്. നിക്ഷേപം ഏറ്റവും നല്ല നിക്ഷേപം ഏതാണ്? ലോകത്തെ ഏറ്റവും മികച്ച നിക്ഷേപങ്ങളിലേക്ക് വരുമ്പോൾ ആദ്യം പറയാം സെൽഫിൽ നിക്ഷേപിക്കുക. അതൊക്കെ നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്, അതായത് പഠിക്കാൻ വേണ്ടിയിട്ട്, അറിവ് സമ്പാദിക്കാൻ വേണ്ടിയിട്ട്. അത് ആ ഒരു അറിവിന്റെ കാര്യത്തിലല്ലാതെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ശരിക്കും ക്യാഷ് രൂപത്തിൽ നമ്മൾ പൈസ ഇട്ട് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആയിട്ട് ക്യാഷ് ആയിട്ട് തന്നെ തിരിച്ചു വരുന്ന സംഗതി എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ആണ്. സോ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് നമ്മുടെ പ്ലാറ്റ്ഫോമിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രോജക്റ്റ് വരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് എ ഓപ്പർച്യൂണിറ്റി ഐ എം ടോക്കിംഗ് അബൌട്ട്. ഇഫ് യു ഹാവ് എനിത്തിങ്, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, നിങ്ങൾക്ക് അങ്ങനെ നിക്ഷേപിക്കണം. ഇതൊരു 25% ഉള്ള റിട്ടേൺ കിട്ടുന്ന രൂപത്തിൽ, ഡെയിലി അല്ല, മന്ത്ലി അല്ല, വീക്ക്ലി അല്ല, അങ്ങനത്തെ പരിപാടി ഞാൻ ചെയ്യുന്നില്ല. ഓക്കെ, നമുക്ക് അതിന്റെ ഭാഗമല്ല, അത്തരത്തിലുള്ള സംഗതികൾ ചെയ്യുന്നില്ല, അങ്ങനെയുള്ള പരിപാടികളില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു ലൈക്ക് നമുക്കൊരു ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ടീം നമ്മുടെ കയ്യിലുണ്ട് റിയൽ എസ്റ്റേറ്റിൽ. നമുക്ക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അടക്കമുള്ള രീതിയിൽ മാർക്കറ്റ് ചെയ്യാനും സെല് ചെയ്യാനും. അപ്പം നമ്മളൊരു പ്രോപ്പർട്ടി എടുക്കും, പ്രോപ്പർട്ടി എടുത്തിട്ട് എന്താ വെച്ചാൽ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അതിനെ ഡെവലപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിനെ സെല് ചെയ്യും. ഇങ്ങനെ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് 6 months to 1 year അല്ലെങ്കിൽ 1.5 year എന്തായാലും അത് സെയിൽ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലേക്ക് എത്രയാണോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ 25% നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. സോ ഇറ്റ്സ് എ ഹ്യൂജ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. അത്തരത്തിലുള്ള കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ടോപ്പ് സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് വയനാടാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോ അവിടെ തന്നെ ഏറ്റവും ചീപ്പസ്റ്റ് റേറ്റിൽ നമുക്ക് എന്താ വെച്ചാൽ സ്ഥലം ലഭിക്കും. അത്തരത്തിലുള്ള സ്ഥലങ്ങൾ ലഭിക്കുകയും അത് സെല് ചെയ്യാനുമുള്ള എന്താ പറയുക, റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഡീലിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യാൻ പോവാണ്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, എനിബഡി ഹു ഇസ് ഇൻട്രസ്റ്റഡ്, ജസ്റ്റ് കോൺടാക്ട് മീ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ നമ്പറിൽ എന്ത് ചെയ്യാൻ ബന്ധപ്പെടാം. ഞാൻ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ബന്ധപ്പെടാം. നമ്പർ ഇതാണ് 8086880771. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ജസ്റ്റ് ലെറ്റ് മീ നോ. ഈ നമ്പറിലേക്ക് വിളിക്കുക, മെസ്സേജ് അയക്കുക, കോൺടാക്ട് ചെയ്യാം, നമുക്കത് ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ പേരിൽ നിങ്ങൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് ആ നിങ്ങളുടെ പേരിൽ എന്ന് വെച്ചാൽ ആ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടിന് നിങ്ങൾക്ക് ലാൻഡ് രജിസ്റ്റർ ചെയ്ത് തരും. സോ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ക്യാഷ് എന്താണ്, സേഫ് ആണ്. സോ ആ ലെവലിൽ എന്ത് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നതാണ് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട്. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്, ഇറ്റ് ഈസ് കമ്മിങ് ആൻഡ് ജസ്റ്റ് ബി പാർട്ട് ഓഫ് ഇറ്റ്. ഓക്കെ, പൈസ 1 ലക്ഷം 1 ലക്ഷം 2 ലക്ഷം അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇൻവെസ്റ്റ് അങ്ങനെ പറയുന്നത്. 5 ലക്ഷമാണ് നമ്മളിപ്പം ഇൻവെസ്റ്റ്മെന്റിന് മിനിമം പ്രതീക്ഷ. 5 ലക്ഷം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ പേരിലേക്ക് അത് രജിസ്റ്റർ ചെയ്ത് തരാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് 1 ലക്ഷം 2 ലക്ഷം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സഹോദരിമാരോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ കൂട്ടിയിട്ട് അതിലേക്ക് ഒരു 2.5 ലക്ഷമോ അല്ലെങ്കിൽ 3 ലക്ഷം കൂടെ കൂട്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക 5 ലക്ഷം ആക്കിയിട്ട് ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാളുടെ പേരിലോ അല്ലെങ്കിൽ 2 ആളുടെ പേരിലോ നമുക്കത് രജിസ്റ്റർ ചെയ്ത് തരാൻ പറ്റും. സോ അങ്ങനെ ഒരുമിച്ച് ചെയ്യുന്ന രൂപത്തിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. മിനിമം ചെറിയ എമൗണ്ട് ഉള്ളവർക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. സോ അതൊന്ന് ചിന്തിക്കുക. എന്നിട്ട് എന്തായാലും നിങ്ങൾ ബന്ധപ്പെടും, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്കിത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് അറിയിക്കുകയാണ്. വളരെ സീരിയസ് ആയിട്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് എന്ത് ഉപയോഗിക്കാം. അത് നമ്മൾ വളരെ ട്രസ്റ്റ് ചെയ്യാം. അറിയാലോ, നമ്മൾ ഈ മേഖലയിലുള്ളവരാണ്, നിങ്ങൾ എൻ്റെ ക്ലാസ്സുകൾ ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ അങ്ങനെ ഉയരാനും ഉയർത്താനും തീർച്ചയായിട്ടും നമ്മളിപ്പോൾ എത്ര പഠിപ്പിച്ചാലും, ഇപ്പം നമ്മൾ ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് പോകാനുള്ള റീസൺ എന്താ വെച്ചാൽ ഞാൻ എത്ര ക്ലാസ് എടുത്താലും കാര്യങ്ങൾ ചെയ്താലും അതൊന്നും അല്ല
ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ലൈഫിൽ വലിയ മാറ്റവും ജീവിത നിലവാരത്തിൽ വലിയ മാറ്റം ഉണ്ടാവണമെങ്കിൽ കൂടുതൽ പഠിക്കാൻ നമുക്ക് പറ്റണം. കൂടുതലൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ വലിയ കോഴ്സുകൾ പഠിക്കണം. വലിയ കോഴ്സുകൾ പഠിക്കണമെങ്കിൽ നമുക്ക് പൈസ വേണം, പണം വേണം. നമ്മുടെ ലൈഫ് മാറണമെന്നുണ്ടെങ്കിൽ പല രീതിയിലും നമുക്ക് എന്ത് ചെയ്യണം, ഇൻകം വരണം. ഇൻകം വരുന്നിടത്താണ് ഞാനൊക്കെ എങ്ങനെ എനിക്കൊക്കെ വൈകിയില്ലേന്ന്, ഞാനൊക്കെ വൈകി പോയി. നിങ്ങളൊക്കെ ചെറിയ മക്കളല്ലേ. തീർച്ചയായിട്ടും ഇനി വൈകിട്ടൊന്നുമില്ല. ടൈം ഈസ് ദെയർ. ഇനിയും നമ്മൾ പറയുന്നത് വെച്ചാല് 40-ന് ശേഷമാണ് സുവർണകാലം. മനസ്സിന് എപ്പോഴും പ്രായം കുറവാണ്. മനസ്സിന് എനിക്ക് പഠിക്കണം എന്നുണ്ട്, പ്രായം കുറവാണ്. തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കുകയും ചെയ്യും, നിങ്ങൾ അടിച്ചു പൊളിക്കുകയും ചെയ്യും, എല്ലാം ചെയ്യും. നമ്മൾ കൂടെയുണ്ട്, നമുക്ക് എൻജോയ് ചെയ്യാം, ഉഷാറായിട്ട് മുന്നോട്ട് പോകാം. നിങ്ങൾ ഒന്നുകൊണ്ട് പറയിടാവേണ്ട. കാലം മാറിയിട്ടുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ എഴുതി വെച്ചോളൂ. യാത്രകൾ പോകണം, ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ കാണണം, എല്ലാം നടക്കണം. മനസ്സുകൊണ്ടുള്ള ആ ഒരു ചെറുപ്പമുണ്ടല്ലോ, അത് നിലനിർത്തണം. നമ്മുടെ കൂടെ വരണം. നമുക്ക് ലൈഫ് കളർഫുൾ ആയിട്ട് ജീവിക്കാനുള്ള അവസരമുണ്ട്. ഇനി എത്ര ദിവസമാണെങ്കിലും അത് അടിച്ചുപൊളി. കഴിഞ്ഞു എന്നുള്ളത് ചിന്തിക്കുക വേണ്ട, പാസ്റ്റിലേക്ക് നോക്കിയാൽ വേണ്ട. അതെല്ലാം നിങ്ങളുടെ അനുഭവമാണ്, നിങ്ങളുടെ അറിവാണ്, നിങ്ങളുടെ അനുഭവ സമ്പത്താണ്, നിങ്ങളുടെ അസറ്റാണ്. നിങ്ങൾ ഇത്രയും ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നിങ്ങൾക്കുള്ള ഒരു വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇത്രകാലം ജീവിച്ചതാണ്. എല്ലാം ബെനഫിറ്റാണ്, എല്ലാം ബെനഫിറ്റ്. അതല്ലാതെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അത്രയും കാര്യങ്ങളിൽ നിന്ന് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കാൻ പോകണം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഗോൾഡൻ ആ ഇയർ. പ്രതിസന്ധികളൊക്കെ ഇപ്പൊ ഞാനൊരു പാഠമായിട്ടാണ് പഠിക്കണം. തീർച്ചയായിട്ടും. അപ്പൊ ആ ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് നിങ്ങൾ നമ്മുടെ കൂടെ വേണം. നമുക്ക് ഒരുപാട് പേരെ ഇതേപോലെ രക്ഷപ്പെടുത്തണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇത് ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു യാത്രയല്ല, ഒരു പണിയല്ല. എനിക്കിത് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല. എന്റെ കൂടെ ഇപ്പം എന്നെ വിഷ് ചെയ്തിട്ട് ഇന്നലെ എന്റെ ടീം മെമ്പേഴ്സ് ഉണ്ട്, പേരുണ്ട്. ലൈക്ക് അവരൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് എന്താ വെച്ചാൽ സന്തോഷത്തോടു കൂടി പ്രവർത്തിക്കുന്നതാണ്. നിങ്ങളും അതേപോലെ തന്നെയാണ്. നിങ്ങളും നമ്മുടെ കൂടെ പ്രവർത്തിക്കുകയാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു, നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു, ഒരുമിച്ച് എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്യുന്നു. വി ബിക്കം എ ബ്യൂട്ടിഫുൾ കമ്മ്യൂണിറ്റി. ഒരുമിച്ച് യാത്ര ചെയ്ത് പോകുന്ന ഒരു ഫാമിലിയാണ്. ഇതിൽ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിലേക്ക് പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്ത്, പോസിറ്റീവായ നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത്, നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കി, നല്ല രീതിയിൽ എല്ലാവരെയും ഹെൽപ്പ് ചെയ്ത് രക്ഷപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുക. ഒരു വലിയൊരു സമൂഹത്തെ സാമ്പത്തിക സുരക്ഷിതത്വത്തിലേക്കും അവരുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിലേക്കും, അവരുടെ കരിയറിലുള്ള വളർച്ചയും സന്തോഷത്തിലേക്കും, ജീവിതം ആസ്വദിക്കുന്നതിലേക്കും, സന്തോഷകരമായിട്ടുള്ള സമാധാനമുള്ള വേദനകളെല്ലാം അവസാനിപ്പിച്ച് സന്തോഷത്തോടു കൂടി വളരുന്ന, പോസിറ്റീവായി ചിന്തിക്കുന്ന, ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകുന്നൊരു ലെവലിലേക്ക് നമുക്ക് പോകാൻ പറ്റട്ടെ. ഗോഡ് ബ്ലെസ് യു ആൻഡ് യുവർ ടീം എന്ന് പറയുന്നുണ്ട് രഹന. താങ്ക് യു സോ മച്ച്. എന്താ പറയുക, എന്നെയും എന്നുള്ളതല്ല, ഗോഡ് ബ്ലെസ് അസ് ആൻഡ് എവ്രി വൺ. നമുക്ക് ചിന്തിക്കാം. നമ്മളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ, നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. സോ നമുക്ക് ഇന്നൊരു വളരെ സ്പെഷ്യൽ ആയിട്ടൊരു ഗസ്റ്റിനെ വിളിക്കാനുണ്ട് അല്ലേ? അത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് വെയിറ്റിംഗ് ദർ. നെജില, ക്യാൻ യു പ്ലീസ് ജോയിൻ അസ്? താങ്ക് യു ഫോർ ജോയിനിങ്. നെജില കുറേ നേരമായിട്ട് അവിടെ വെയിറ്റ് ചെയ്യാണ്. നെജില ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളിപ്പം ഹെൽത്ത് വൈസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സിറ്റുവേഷൻ വൈസ് ആയിക്കോട്ടെ, അത്ര റൈറ്റ് ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെന്ന് എനിക്ക് അറിയില്ല. ഹൗ ഡു യു ഫീൽ? ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ നെജില? ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. ഞാൻ എന്താ പറയേണ്ടത്? നെജില, നെജില ഇപ്പൊ എവിടെയാണ് സ്ഥലം? ജസ്റ്റ് ഒന്ന് പറയൂ. സ്ഥലം എവിടെയാണ്? വേങ്ങരയാണ് അല്ലേ? ഞാൻ മലപ്പുറം വേങ്ങരയാണ്. ഓക്കെ. നിലവിൽ നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന 1% ക്ലബിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. നെജില നമ്മുടെ ഒരു 1% ക്ലബ് എന്ന് പറയുന്ന നമ്മുടെ പ്രീമിയം പ്രോഗ്രാം ആയിട്ടുള്ള പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. 1% ക്ലബിൽ നെജില വന്നിട്ട് എന്താണ് നെജിലയ്ക്ക് സംഭവിച്ചത്? ഇന്നലെ എന്തൊക്കെയോ സംഭവിച്ചെന്ന് തോന്നുന്നു. വാട്ട് ഹാപ്പൻഡ്? തീർച്ചയായിട്ടും ഞാൻ 1% ക്ലബ്ബ് ചൂസ് ചെയ്യാനുള്ള കാരണം പറഞ്ഞ പോലെ ഫീലിങ്ങും ലൈഫിലെല്ലാം ഏകദേശം ഒക്കെ നല്ല ട്രാക്കിലായി. വളരെ ഹാപ്പി. നെജില 1 മിനിറ്റ്. നെജില ഹെഡ്സെറ്റിലാണോ സംസാരിക്കുന്നത്? ഹെഡ്സെറ്റ് ഉണ്ടോ? അതെ. ഹെഡ്സെറ്റ് ഒന്ന് നമുക്ക് റിമൂവ് ചെയ്യാം. എന്നാലും നമുക്ക് കുറച്ചുകൂടെ എന്താ വെച്ചാൽ ക്ലാരിറ്റിയിൽ വരും തോന്നുന്നു. മറ്റേതൊരു എന്തോ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നു. ഓഡിയബിൾ ആണോ? യെസ്, വെരി ഗുഡ്. നല്ല ക്ലിയർ ആണ്, പറഞ്ഞോളൂ. അതായത് പറഞ്ഞ പോലെ ഫീലിങ്ങും ലൈഫില് എല്ലാ ഒരു വളരെ ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സിലൂടെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സ്ട്രഗിൾസ് ഈ ഒരു 2020 മുതല് 2024 വരെ വളരെ സ്ട്രഗിളിംഗ് എന്ന് പറഞ്ഞാല് ഒരു ലേഡി പോകുന്നതിന്റെ ഏറ്റവും ബേസ്റ്റ് സിറ്റുവേഷൻ ഓവർകം ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് സത്യം പറഞ്ഞ നമ്മുടെ ടീമിന്റെ ഭാഗമായതിന്റെ ശേഷം വളരെ ഒരു എന്താ പറയാ, ഒരു പറഞ്ഞില്ലേ, ഒരു മാജിക്കൽ ലൈഫിലാണ് ഞാനിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയും അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. പറഞ്ഞ പോലെ ഇനി എന്റെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ
നഷ്ടപ്പെട്ടതായിട്ടുള്ളതും വെൽത്തില് ഫിനാൻഷ്യൽ ഫ്രീഡം എന്നുള്ള ഒരു സംഭവമാണ്. കാരണം പൊട്ടിപ്പൊളിഞ്ഞൊരു നെച്ചിലുണ്ടായിരുന്നു. അതില് ഇപ്പൊ ഞാനതാ സെറ്റ് ബാക്ക് ചെയ്ത് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വളരെ ഹോപ്പോട് കൂടി സാറ് കൂടെ 1% ക്ലബിൽ ജോയിൻ ചെയ്തതാണ്. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഡേ ഒന്നും എനിക്ക് ഇതിപ്പോ എനിക്ക് പറ്റുമോ, ഇതിപ്പോ എന്തിനാ എന്നൊക്കെയുള്ള ഡിസിഷൻ തെറ്റായി പോയോ, കൺഫ്യൂഷനൊക്കെ ആയി. ബട്ട് ഇന്നലെ ഞാനൊരു ടാസ്ക് ചെയ്തത് മുതല് ക്ലാരിറ്റി എന്ന് പറഞ്ഞാ ചേടാ എന്താ പറയാ, എനിക്ക് പറയാൻ വേർഡ്സ് ഇല്ല. കാരണം ശരിക്കും നമുക്ക് ഡ്രീംസ് ഉണ്ട്, പക്ഷെ ലൈഫിലുണ്ടല്ലോ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അതിന്റെ ഒരു കുറെ, പ്രത്യേകിച്ച് പറഞ്ഞാൽ നമ്മൾ ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ഒരു വൈഫാണ്. അപ്പം നമുക്കിപ്പോ സർവൈവലിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, അത് ഹസ്ബൻഡ് നോക്കിക്കോളും അല്ലെങ്കിൽ ഫാമിലി നോക്കിക്കോളും. പക്ഷെ നമ്മുടെ വിഷൻ പോകുന്നത്, ഒരുപാട് ഡ്രീം ഉള്ള ഒരാളാണ് ഞാൻ. സോ അങ്ങോട്ടേക്കാണ് എന്റെ ഡ്രീംസും കാര്യങ്ങളിലേക്കാണ് എന്റെ ഫോക്കസ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും സർവൈവലാണ് ഇമ്പോർട്ടന്റ് എന്നുള്ള അതിലൂടെ പതിയെ ഷോർട്ട് ടേം ആയിട്ട് പിന്നെ മിഡ് ടേം ആയിട്ട് പിന്നെ ലോങ് ടേം ആയിട്ട് മാറണം എന്നുള്ളതാണ് എനിക്ക് ഇന്നലെ കിട്ടിയ ഒരു ഭയങ്കര റിയലൈസേഷൻ. സോ ആദ്യം തന്നെ ചെറിയ സ്റ്റെപ്പ് കാല് വെച്ച് ഫൈനലി നമ്മൾ അവിടെ എത്തും. ആ ഒരു റിയലൈസേഷൻ എനിക്ക് ഇന്നലെ കിട്ടി. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബിസിനസ് സ്ട്രാറ്റജിസ്റ്റ് അല്ലെങ്കിൽ കോച്ചായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഏറ്റവും വലിയ ഇപ്പൊ പറഞ്ഞ ഇവിടെ സബിത മാമിനെ ആദ്യമായിട്ട് കണക്ട് ചെയ്യുന്നത് ഞാനായിരുന്നു. ആ സമയത്ത് മാം കരഞ്ഞൊരു സിറ്റുവേഷൻ ഒക്കെ ഞാൻ ആലോചിച്ചു പോവാ. അത്രയും ആ ഒരു ഇപ്പത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഒക്കെ കാണുമ്പോ നമ്മളൊക്കെ എത്ര ബ്ലെസ്ഡ് ആണ്, എന്തൊരു നല്ല കാര്യമാണ് ചെയ്തത് എന്ന് വളരെ സന്തോഷം തോന്നുകയാണ്. പിന്നെ ഇതൊക്കെയാണ് എനിക്ക് എന്ത് പറയേണ്ടത് മനസ്സിലാവുന്നില്ല കേട്ടോ. ഓക്കെ. താങ്ക് യു നശ്ല. താങ്ക് യു നശ്ല. ഇന്നലെ ഇപ്പം 2 സെഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ആദ്യത്തെ സെഷനിൽ നമ്മൾ കുറച്ച് സീക്രട്സുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? കുറച്ച് വളരെ പവർഫുൾ ആയിട്ടുള്ള ചില സംഗതി, അതൊക്കെ കേട്ടപ്പോൾ എന്താണ് തോന്നിയത്? ഐ മീൻ 1% ക്ലബിൽ വരുന്ന ആൾക്കാർ ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ, ചിന്തിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചും റിച്ച് ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള സമ്പന്നരായിട്ടുള്ള ആൾക്കാർ ചിന്തിക്കുന്ന ചില ചിന്തകളുടെ രീതികളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ദാറ്റ് പപ്പറ്റ് മാസ്റ്റർ തിങ്കിങ്. അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ എന്താണ് ഫീൽ ചെയ്തത്? ശരിക്കും നമുക്ക് വേണ്ടത് അതാണ്, എനിക്ക് വേണ്ടത് അതാണ്. ഓക്കെ, ഞാൻ ആ റൈറ്റ് പ്ലേസിലാണ് എത്തിയിട്ടുള്ളത്. അതെനിക്ക് വളരെ പ്രൗഡോട് കൂടി പറയാൻ പറ്റും. കാരണം പിന്നെ ഇതിനെ കുറിച്ചൊന്നും ശരിയായിട്ടുള്ള ഒരു അറിവില്ല. നമുക്കിപ്പോ വളരെ നല്ല റിച്ച് ആയിട്ടുള്ള ആളുകളെ കാണുന്നു, അല്ലെങ്കിൽ ഓൺടർപ്രണേഴ്സിനെ കാണുന്നു. പക്ഷെ അവരെങ്ങനെ ഈ ജേർണിയിൽ എത്തി എന്നുള്ളത്, അതിന്റെ ഒരു റൂട്ട് കോസ്റ്റ് എന്താന്ന് നമുക്ക് അറിയില്ല. പക്ഷെ ഈ ഒരു 1% ക്ലബിൽ വന്നു കഴിഞ്ഞപ്പോ ശരിക്കും അതിന്റെ റൂട്ട് എവിടെന്നാ തുടങ്ങണത്, അതിന്റെ ഒരു എന്താ പറയാ, അത്രയും പറഞ്ഞില്ലേ സീക്രട്ട്, ആ കീ ഉണ്ടല്ലോ, അതാണ് ആ 1% ക്ലബിൽ കിട്ടുന്നത്. അത്രയും ആ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കുള്ള ഒരു കീ ആണ് അവിടെ നിന്ന് കിട്ടുന്നത്. കാരണം ലോകത്ത് ഇപ്പോ സാറ് പറഞ്ഞ പോലെ 97% ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഈ 97% ആളുകളുടെ അസറ്റ് മുഴുവൻ പോകുന്നത് ഈ 3%ലേക്കാണ്. അതിൽ 1% മാത്രമേ ഹൈലി സക്സസ്ഫുൾ ആവുന്നുള്ളൂ, അല്ലെങ്കിൽ ബില്യണേഴ്സ് എന്ന് പറഞ്ഞ പോലെ ആവുന്നുള്ളൂ. അപ്പൊ പറഞ്ഞ പോലെ ഇത് എല്ലാവർക്കും ചിലപ്പോൾ ലോജിക്കലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മള് അതൊക്കെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ ഈ ട്രോമ ഹീലായി നമ്മളൊരു പീസ്ഫുൾ ആയി ഇതൊക്കെ ചിന്തിക്കാൻ പാകത്തിനേക്ക് നമ്മളെ മൈൻഡ് എത്തണ്ടേ. കാരണം അപ്പം അതൊക്കെ എത്തി പിന്നെ നെക്സ്റ്റ് സ്റ്റേജ് ഒരു രക്ഷയില്ല, നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം തന്നെ. അതിലേക്കുള്ള ഒരു കീ ആണ് 1% ക്ലബ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഇവിടെ കാണുന്ന വേറെ ഒന്നും അല്ല, അവിടെ കാണുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അവിടെ എന്ന് പറയുമ്പോ അത്രയും വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്കുകളാണ്. കിളി പോയി പോകും. ഓക്കെ, ആഴത്തിൽ ചിന്തിച്ചു പോയി പോകും. അതാണ്. എന്താ പറഞ്ഞത്? എനിക്ക് കേട്ടില്ല. നിങ്ങളെ നസ്ലയ്ക്ക് എന്തോ അവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോന്ന് എന്തോന്ന് പറഞ്ഞു. ലാസ്റ്റ് എന്താ പറഞ്ഞത് നസ്ല? അതായത് ഇപ്പൊ ഇവിടെ കാണുന്ന സാറ് എല്ലാം 1% ക്ലബിൽ കാണുന്നത്, അവിടെ എന്ന് പറയുമ്പോ പക്കാ സീരിയസ് ആയിട്ടുള്ള ഒരു നമ്മുടെ ആഴത്തിൽ ചിന്തിപ്പിച്ച് കിളി പാറി പോകുന്ന പറഞ്ഞത്. ക്ലിയർ ആയോ?
ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. ആക്ച്വലി ശരിയാണ്. ഇവിടുത്തെ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ക്ലബിലും അല്ലെങ്കിൽ ഓരോ സ്പോർട്സിലും നമ്മൾ ഫ്രീ ആയിട്ടുള്ള മോർണിംഗ് മെഡിറ്റേഷനിൽ നമ്മൾ നൽകുന്ന സെഷൻസ് ഡിഫറെൻ്റ് ആണ്. ഇതിൽ നിന്ന് ഡിഫറെൻ്റ് ആണ് നമ്മളുടെ ബേസിക് കോഴ്സ് ആയിട്ടുള്ള ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കോഴ്സ്, EFT കോഴ്സ്, 30 ഡേയ്സിൻ്റെ പ്രോഗ്രാം. അതിൽ നിന്ന് ഡിഫറെൻ്റ് ആണ് റിലേഷൻഷിപ്പ് മാസ്റ്ററി പ്രോഗ്രാം. അതിൽ നിന്നും ഡിഫറെൻ്റ് ആണ് അവിടെയും പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ്. അതിൽ നിന്ന് ഡിഫറെൻ്റ് ആണ് അഡ്വാൻസ് പ്രോഗ്രാം മാർച്ചിൽ വരുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് ഏത് 1% ക്ലബ്. 1% ക്ലബ് എന്ന് പറയുന്നത് ഇവിടെ പറയുന്ന സത്യം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആളാണ്. പറഞ്ഞ പോലെ തന്നെയാണ്, ആ ഡിഫറെൻ്റ് ആളായേ പറ്റൂ. അവിടെ എന്ന് പറയുന്നത് ഓൺലി ദ മണി ബ്രെയിൻ. നമ്മൾ എങ്ങനെയാണ് പണത്തെ ചിന്തിക്കേണ്ടത്, കാര്യങ്ങൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ശരിക്കും നിങ്ങൾക്ക് ഗെയിം അങ്ങോട്ട് മനസ്സിലാവും. ആ ഗെയിം മനസ്സിലാക്കാനുള്ള അവസരമാണ്. നെജിലേക്ക് ഇപ്പോൾ അതിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. രൂപേഷ് സാറ് വന്നിട്ടുണ്ട്. രൂപേഷ് സാറിനും ഷെയർ ചെയ്യാം. നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഉള്ളതാണ്. വേറെയും ഉണ്ട്. ഫസ്ന ഉണ്ട്. ഫസ്ന അറിയുതേർ, ഫസ്ന ഇസ് ദേർ, ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല ഇപ്പോൾ ഇവിടെ ഉണ്ടോ എന്ന് അറിയില്ല. സോ രൂപേഷ് സാറ് ഇസ് ദേർ. രൂപേഷ് സാർ അദ്ദേഹം നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ വന്ന ഒരാളാണ്. ഷെയർ ചെയ്യാൻ എന്താണ് പറയാനുള്ളത് സർ? ഹായ്, ഞാന് സാറിനെ മൊത്തത്തിൽ ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ട് കയറുന്നു. അടിപൊളി ഫീഡ്ബാക്ക് സെഷൻ ആയിരുന്നു ഇന്ന് സവിത മാമിൻ്റെ. ഞാൻ അതിൽ കമൻറ്റ് ചെയ്ത പോലെ തന്നെ ഭയങ്കര സിമ്പിൾ, ക്രിസ്പ്, ക്ലിയർ ആയിട്ട് നല്ലൊരു അവതരണ ശൈലി. അതിലെ ക്രീമായിട്ടുള്ള സംഗതികൾ EFT കോഴ്സിൻ്റെ, കാരണം ഞാൻ സവിത മാമിൻ്റെ കൂടെ EFT റിലേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല രീതിയിൽ ഡെലിവർ ചെയ്തു. പിന്നെ ഇപ്പം നെജില മാം പറഞ്ഞ മാതിരി ഹൈ പെർഫോമിങ്, ഹൈ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ജോയിൻ ചെയ്യാവുന്ന ഒരു ക്ലബ്ബാണ് 1% ക്ലബ്ബ്. നെജില മാം പറഞ്ഞ മാതിരി ഇന്നലത്തെ സെഷൻ വാസ് വെരി പവർഫുൾ. അപ്പം ഞാൻ എന്താ പറയുക, ഫസ്റ്റ് ക്ലാസ്സിൽ അതെ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എ കൈൻഡ് ഓഫ് ഓറിയന്റേഷൻ. പക്ഷേ ഇപ്പം ഞാൻ കുറച്ചൊക്കെ ബിസിനസ്സൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് ഉള്ളൊരു വ്യക്തിയാണ്, ഇൻവെസ്റ്റർ ആയിരുന്നു. അപ്പം വലിയ സ്വപ്നങ്ങളായിട്ടാണ് ക്ലാസ്സിലേക്ക് കയറുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷനിലായിരുന്നു ഇത് എങ്ങോട്ടാ പോവാന്നുള്ളത്. അപ്പം ഇന്നലെ ഇപ്പോൾ നെജില മാം പറഞ്ഞതുപോലെ സാറ് തന്ന ആ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടല്ലോ, അപ്പം അതിൽ കൂടെ അങ്ങോട്ട് പോയപ്പോഴാണ് ആക്ച്വലി നമ്മൾ ഒരുപാട് പ്രിപ്പയർഡ് ആവാണ്ട് ബിഫോർ ദ ബിസിനസ്. അത് പ്രിപ്പയർഡ് ആയി കഴിഞ്ഞ് ആ പ്രസൻറ്റേഷനും കാര്യങ്ങളും ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളോടും ഈ നമ്മളടുത്ത് മുന്നിൽ വരാൻ പോകുന്ന ഇൻവെസ്റ്റേഴ്സ് ആയാലും ക്ലയൻസ് ആയാലും അവരുടെ അടുത്ത് ഏത് സിറ്റുവേഷനിലും അവരുടെ ഏത് ആവശ്യങ്ങളും നമുക്ക് നിറവേറ്റാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ ആ ഒരു മൊത്തത്തിൽ ആ ക്വസ്റ്റ്യൻസ് പ്രസൻറ്റേഷൻ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ then we are fit for it, അല്ലെങ്കിൽ we are ready for it. അതാണ് ഇന്നലത്തെ ഒരു ക്ലാസ്സിൽ നിന്ന് കിട്ടിയൊരു ടേക്ക് അവേ. താങ്ക് യു രൂപേഷ് സാർ. അതേപോലെ തന്നെ നമ്മുടെ ഒരു പപ്പറ്റ് മാസ്റ്റർ തിങ്കിങ് ഫസ്റ്റ് സെഷനിൽ എക്സാക്ട്ലി അതാണ് ആക്ച്വലി ഒരു ബിസിനസ് എന്റർപ്രണർക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ വി ഷുഡ് പ്ലേ ബിഹൈൻഡ് ദ സീൻ ആൻഡ് വി മേക്ക് ദ പപ്പറ്റ് വർക്ക് ഫോർ അസ്. അപ്പൊ ആ ഒരു ബ്രെയിൻ, ആ മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക, അത് എന്നിട്ട് അപ്ലൈ ചെയ്യുക, ആ ഒരു സംഗതി കൂടെ. ആൻഡ് ദ കമ്പനീസ് ആൻഡ് എന്താ പറയാ സക്സസ്ഫുൾ പീപ്പിൾ, ദ ബില്യണേഴ്സ് അക്രോസ് ദ വേൾഡ്, അവരുടെ തോട്ട് പ്രോസസ്, അവരെങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് ആ രീതിയിൽ നമ്മൾ ചിന്തിക്കണം. വിച്ച് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആസ് യു സെഡ് യുവർ ഫ്രീ കോഴ്സ് ആൻഡ് ദി അതർ മറ്റുള്ള ഹീലിംഗ് കോഴ്സസ്, അത് വേറെ ലെവല്. ആൻഡ് ഈ ഒരു ജേർണിയിലെ ഫൈനൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് വി നീഡ് ഫിനാൻഷ്യൽ ഫ്രീഡം, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. സോ വെരി എക്സൈറ്റഡ് ആൻഡ് ഹോപ്പ് myself and we all will reach that goal soon. Definitely we should together we can reach this. Yes, sure. നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് 1% ക്ലബിലൂടെ ഉദ്ദേശിക്കുന്നത് ലൈക്ക് യുനോ നമ്മുടെ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എല്ലാവരും ഒരുമിച്ച് അങ്ങ് പോകാന്നുള്ളതാണ്. ദാറ്റ്സ് ഇറ്റ്. നമ്മളെന്താ വെച്ചാൽ അതിലേക്ക് വന്നിട്ട് നിങ്ങൾ ലെഫ്റ്റ് ബിഹൈൻഡോ അല്ലെങ്കിൽ ഒരു കോഴ്സിലേക്ക് വന്ന് കുറെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു, അതല്ലാതെ
അതൊരു ക്ലബ്ബാണ്, അതൊരു സപ്പോർട്ടീവ് കമ്മ്യൂണിറ്റിയാണ്. ടുഗെദർ നമ്മൾ ഗ്രോ ചെയ്ത് പോകുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. സോ അതിലേക്ക് നമുക്ക് എന്താ വെച്ചാൽ എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഒരു അവസരമാണ്. സോ ആ ലെവലിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് പോകാം. അതിൽ വരുന്ന ആൾക്കാരുമായിട്ട് നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ അതിലേക്ക് വരിക, ജെനുവിനായിട്ട് നമ്മുടെ കൂടെ നിൽക്കുക, നിന്നാൽ പിന്നെ ഒന്നും നോക്കാനില്ല, ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് കൈ പിടിച്ചിങ്ങോട്ട് കൊണ്ടെത്തിക്കുക. ഒരു കുഞ്ഞു കുട്ടിയെ നമ്മൾ എടുത്തിട്ട് ഇങ്ങോട്ട് വെക്കില്ലേ എന്ന പോലെ എന്താ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യണം, നിങ്ങളെ എടുത്തിട്ട് ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എടുത്ത് വെക്കണം. അതിനുള്ള പ്രോജക്ട്സുകൾ ഡിസൈൻ ചെയ്യുക, വർക്ക് ടുഗെദർ. അതിലേക്ക് ഒരുപാട് ആൾക്കാരെ എന്തായാലും കൊണ്ടുവരില്ല, കുറച്ച് ആൾക്കാരെ കൊണ്ടുവരും. ബിക്കോസ് നമുക്ക് ഒരുപാട് ആൾക്കാരെ രക്ഷപ്പെടുത്താനുള്ള കഴിവ് നമുക്ക് ഇപ്പം ഇല്ല. പക്ഷെ നമുക്ക് ആദ്യം വരുന്ന സീരിയസ് ആയിട്ട് നിൽക്കുന്ന, നല്ല ജെന്യൂൻ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ ഈ കോഴ്സിലേക്ക് വന്നിട്ട് ജെന്യൂൻ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ ഫിൽറ്റർ ചെയ്യും. എന്നിട്ട് അത് കറക്റ്റ് ആയിട്ട് എന്താ വെച്ചാൽ അവരെ നമ്മൾ എന്ത് ചെയ്യണം, പ്ലേസ് ചെയ്ത് കൊടുക്കാനുള്ള പ്രോജക്റ്റുകൾ ഡിസൈൻ ചെയ്യും. സോ ഫസ്റ്റ് പ്രോജക്റ്റ് ഈസ് ഓൾറെഡി ഓൺ ദ വേ, ആൻഡ് ദാറ്റ് ഈസ് റിയൽ എസ്റ്റേറ്റ്. വി ആർ എൻറ്ററിങ് ദർ ആൻഡ് വി ആർ ഗോയിങ് ടു ഡു ദാറ്റ്. ആൻഡ് നിങ്ങൾ എല്ലാവരെയും അതിന്റെ ഭാഗമായിട്ട് വെൽക്കം ചെയ്യാം. ബിക്കോസ് ദാറ്റ് ഇസ് വൺ ഓഫ് ദ പ്രോജക്ട് വി ക്യാൻ ഡു. ആൻഡ് ദാറ്റ്സ് നോട്ട് എ ക്ലബ് ഓഫ് 1% ഓഫ് കോച്ചിങ് ക്ലബ് മാത്രമല്ല, ഇറ്റ്സ് ബിയോണ്ട് ദാറ്റ്. അതിന് നമുക്ക് സാധിക്കട്ടെ. എല്ലാവരുടെയും എന്താ പറയുക, സപ്പോർട്ട് ഉണ്ടാവണം, പ്രാർത്ഥന ഉണ്ടാവണം, വളർച്ചയും ഉയർച്ചയും എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് സാധിക്കട്ടെ. താങ്ക് യു നജ്ല ഫോർ ഷെയറിങ് യുവർ സ്റ്റോറി. താങ്ക് യു ഫോർ കമ്മിങ് ഹിയർ. ഈവൻ യുവർ ഹെൽത്ത് ഈസ് നോട്ട് സപ്പോർട്ടിങ് യു, ബട്ട് സ്റ്റിൽ യു ആർ ഹിയർ, ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ് യുവർ വിസ്ഡം. നമുക്കിനി എന്ത് ചെയ്യാം, ബാക്കി ദിവസങ്ങൾ കാണാം, നാളെ കാണാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. സ്റ്റേ ഇൻസ്പയർഡ്. എന്തൊക്കെ പഠിച്ചാലും ഫൈനാൻഷ്യൽ ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യണം, അത് മറക്കരുത്. എല്ലാവരോടും പറയാനുള്ളത് കേട്ടോ. സന്തോഷം സമാധാനത്തിൻ്റെ കൂടെ തന്നെ ഫൈനാൻഷ്യൽ ഗോൾ കൂടുതൽ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള അവസരം നമുക്ക് ഉണ്ടാവട്ടെ. താങ്ക് യു. നെജിലേക്ക് എന്താ പറയാനുള്ളത്? എന്തെങ്കിലും പറയാനുണ്ടോ? വൈൻഡപ്പ് ചെയ്യാം. അതായത് എന്റെ ഒരു ഹീലിംഗ് ജേർണി എനിക്ക് ഇവിടെ ഷെയർ ചെയ്യാനുണ്ട്. ഇൻഷാല്ലാ നെക്സ്റ്റ് വീക്കിലെങ്ങാണ്ട് ഞാൻ ചെയ്യും. കാരണം ഇതിൽ ഒരുപാട് റിയലൈസേഷൻ ഒരുപാട് പേർക്ക് കിട്ടാനുണ്ടെന്ന് എനിക്കറിയാം. കാരണം അത്രമാത്രം ഈ ഒരു ഇൻസ്പേഴ്സ് അക്കാദമി എന്റെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്തുനിന്ന് വഴി അവസാനം എത്തിപ്പെട്ട ഒരു ലാസ്റ്റ് ഷിപ്പാണ് ഞാൻ ഇവിടെ. സോ ഒരുപാട് EFT എന്ന് പറഞ്ഞ മാജിക്കൽ ടൂളില് ഒരു വലിയൊരു ഹ്യൂജ് ട്രാൻസ്ഫോർമേഷൻ എന്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ എനിക്ക് പറയാനുള്ളത്, ഇതൊരു കളിയല്ല, ഇത് ലൈഫ് ചേഞ്ച് ചെയ്യുന്ന ഒരു സംഭവമാണ്. ലൈഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഓക്കെ, നമ്മൾ പറയില്ല, അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് നമ്മൾ ജനിച്ച് വീഴുമ്പോ നമ്മളെ ഹൃദയം എങ്ങനെയാ, വളരെ ശുദ്ധമാണല്ലേ. അതുപോലെ ശുദ്ധമാക്കി കഴുകി കളഞ്ഞിട്ട് പുതിയ പലതും നമ്മളെ സ്വപ്നങ്ങളെ നിറച്ചിട്ട് ഇവിടുന്ന് പിന്നെ അങ്ങ് പറക്കാനുണ്ട്. സോ ഈ ഒരു എന്താ പറയാ, ഞാൻ പല മെന്റേഴ്സിന്റെ അടുത്തും ലാസ്റ്റ് കറങ്ങി എത്തിയതാണ് ഷാഫ് സാറെ കയ്യിൽ. സോ വി ആർ ബ്ലെസ്ഡ്. പിടിച്ച് നിന്നാല് അത്രയും, ഇപ്പൊ സബിത മാമിന്റെ ഒക്കെ സക്സസ് എന്ന് പറഞ്ഞാൽ അത്രയും സബ്മിസീവ് ആണ് ആള്, ഡെഡിക്കേറ്റഡ് ആണ്, ഒരു ടൂളും വിടാതെ. അതാണ് അദ്ദേഹത്തിന്റെ വിജയം എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ നിന്ന് ബ്ലൈൻഡ്ലി ഫോളോ ചെയ്ത് ഇവിടെ സറണ്ടർ ചെയ്ത് ഹോൾഡ് ഓൺ ചെയ്താല് ഡെഫിനറ്റ്ലി നിങ്ങൾ ചേഞ്ച് 360 ഡിഗ്രി. ഓക്കെ, അപ്പൊ എനിക്ക് ക്ലാസ്സിൽ ഇരുന്ന സബിത മാമും എന്താ റിയലൈസ് ചെയ്തിട്ടുണ്ട്, ഗ്ലാമറൊക്കെ കൂടിയിട്ട് കോൺഫിഡൻസും ലെവലൊക്കെ വേറെ ലെവലാട്ടോ. അത് സോറി, ഇടയിൽ കയറി പറയാതിരിക്കാൻ വയ്യത്. എന്റെ കൂടെ ഇരുന്ന സബിത മാമൊന്നല്ല, into 1000 ആണ് ഇപ്പോ. താങ്ക് യു വെരി ഗുഡ്. അപ്പൊ അത്രയും ഇവിടെ കിട്ടാനുണ്ട്. സോ യൂസ് ചെയ്യാം. നമ്മുടെ EFT ആണെങ്കിലും നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിനെ അങ്ങ് യൂസ് ചെയ്യാം. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇൻഷാല്ലാ നെക്സ്റ്റ് ഇതിൽ എനിക്ക് എന്തായാലും എന്റെ ജേർണി ഷെയർ ചെയ്യണം. ദെൻ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഷാഫി സാറേ 1% ക്ലബിൽ എങ്ങനെയാ എൻട്രി ചെയ്യാ? 1% ക്ലബിൽ എൻട്രി ചെയ്യാൻ ഫസ്റ്റ് നിങ്ങൾക്കൊരു ഇന്റർവ്യൂ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മുടെ ഒരു ടീമുമായിട്ട് നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങളുടെ പ്രോജക്റ്റും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് ബേസ് ചെയ്തതിന് ശേഷം എന്നായിട്ടൊരു ഇന്റർവ്യൂ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്കത് റൈറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, എൻട്രി കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. ഓക്കെ, അപ്പം താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ 1% ക്ലബിൽ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടോ? ഉള്ളവർ എന്ത് ചെയ്യുക, നിങ്ങളുടെ നമ്പർ ഇവിടെ കൊടുത്തോളൂ. നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങളെ വിളിക്കുക. താല്പര്യമുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും നമ്പർ ഇവിടെ കൊടുക്കാം. ഷാജി സാർ നമ്പർ ഇവിടെ കൊടുത്തോളൂ. ഓക്കെ, എനിക്ക് എമർജൻസി EFT കോഴ്സ് എമർജൻസി ആയിട്ട് ഇപ്പൊ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് ഇപ്പൊ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത്.
തീർച്ചയായിട്ടും ഈ FT കോഴ്സ് എന്തായാലും നമ്മുടെ കൂടെ ഫെബ്രുവരി 2-നല്ലേ സ്റ്റാർട്ട് ചെയ്യണം? സെക്കൻഡിനാണ്. നിങ്ങളുടെ നമ്പർ ഇവിടെ കൊടുത്തോളൂ. എല്ലാവരുടെയും നമ്പർ ഇവിടെ കൊടുക്കുക കേട്ടോ. നമ്പർ ഇവിടെ കൊടുത്തോളൂ. പ്രോഗ്രാം താല്പര്യമുള്ള ആൾക്കാർക്ക്. മോഹൻ സാർ 1% ക്ലബിലേക്ക് വരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്തായാലും നമ്പർ കൊടുത്തോളൂ. മോഹൻ സാർ 1% ക്ലബ്ബാണോ? എസ് ഓർ നോ എന്ന് കമന്റ് ചെയ്യുക കേട്ടോ. 1% ക്ലബിന് നിങ്ങൾ എന്ത് ചെയ്യാം, നമ്പർ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ ബന്ധപ്പെടുന്ന വെച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ശരിക്കും പറഞ്ഞു തരാം എന്താണ് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, സോ യെസ് 1% ക്ലബിനാണ്. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. വേറെ ആരെങ്കിലും ഉണ്ടോ? സർ, ഈ കുട്ടികളുടെ കോഴ്സ് എന്നാണ് സാർ പറഞ്ഞ കുട്ടികളുടെ കോഴ്സ് വരുന്നത് നെക്സ്റ്റ് മന്തിൽ വരുന്നുണ്ട്. ഐ തിങ്ക് മാർച്ചിൽ വരുന്നുണ്ട്. ഓൾറെഡി ഒരു ബാച്ച് ഇപ്പം നടക്കുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞാറായി മെസ്സേജ് ചെയ്യണം സാറേ, വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഒന്ന് മെസ്സേജ് ചെയ്യണേ. ഓ മെസ്സേജ്. ഹലോ, മോഹൻ സാറാണ് അല്ലേ? അതെ താങ്ക് യു സാർ എവിടെ സ്ഥലം? സാർ, ഞാൻ മലപ്പുറത്ത് തിരുവങ്ങാടിയാണ്. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു സാർ, താങ്ക് യു. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അറിയിക്കുക. 1% ക്ലബിൽ ആർക്കെങ്കിലും നമ്മുടെ ക്ലാസ്സിന്റെ എല്ലാ 1% ക്ലബിന്റെ കഴിഞ്ഞ ക്ലാസ്സിന്റെ ഒക്കെ റെക്കോർഡ്സിംഗ് ഒക്കെ നിങ്ങൾക്ക് തരും കേട്ടോ. എല്ലാ ക്ലാസ്സും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളൊരു 1 ഇയർ സബ്സ്ക്രിപ്ഷനിലേക്ക് വരികയാണ്. 1 ഇയർ മെമ്പർഷിപ്പ് ആണ് ഇത് ക്ലബിലേക്ക്. സോ ഈ 1 ഇയറിലേക്ക് നമ്മൾ എന്താ വെച്ചാൽ ഒരുപാട് കോച്ചിങ്ങും ഒരുപാട് സപ്പോർട്ടും നിങ്ങളുടെ ബിസിനസ് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മ്യൂച്വൽ സപ്പോർട്ടൊക്കെ നമ്മൾ ബിൽഡ് ചെയ്യുന്നതാണ്. രൂപ സാർ എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അൺമ്യൂട്ട് ചെയ്ത് കണ്ടു. ഇല്ല സാർ, ഒരുപാട് ടൈം ആയില്ലേ. പറയാം, നെക്സ്റ്റ് സെഷനിൽ പറയാം. തീർച്ചയായിട്ടും കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ പറയാം, കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും ഷെയർ പറയാനുണ്ടോ? ഇല്ല, നെക്സ്റ്റ് സെഷനിൽ പറയാം. താങ്ക് യു. ഓൾ റൈറ്റ്. സോ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും അടിപൊളി ഒരു സൺഡേ എൻജോയ് വിത്ത് യുവർ ഫാമിലി. നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള സൺഡേ ആയിട്ട് മുന്നോട്ട് പോകട്ടെ. ഇവിടെ നിന്ന് ജോയിൻ ചെയ്തിട്ടുള്ള സവിത മാം, താങ്ക് യു സോ മച്ച്. ആൻഡ് നജ്ല, താങ്ക് യു സോ മച്ച്. ആൻഡ് രൂപേഷ് സാർ, താങ്ക് യു സോ മച്ച് എക്സ്പീരിയൻസസ്. ആൻഡ് ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും വീണ്ടും ഇന്നലെ വിഷ് ചെയ്തിട്ട് ബർത്ത്ഡേ വിഷ് ഉണ്ടായിരുന്നു. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ബർത്ത്ഡേ ആണ്. ഇതൊരു പുനർജന്മമാണ് എനിക്ക്. ആൻഡ് വി ആർ ഗോയിങ് ടു ഡു മോർ. അതിന് ഒരുപാട് നല്ല രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ദിസ് ഇയർ ഈസ് ഗോയിങ് ടു ബി ആൻ അമേസിങ് ഇയർ. അടിപൊളിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇന്നലേക്ക് ഒരുപാട് കാര്യങ്ങൾ റിയലൈസ് ചെയ്യാൻ പറ്റി. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസിലേക്ക് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. അതിൻ്റെ ഒരു വലിയ സന്തോഷത്തിലും കൂടിയാണ്. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ.